السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു ഉണർത്തുന്നു. ഷേഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ നവാഖിദുൽ ഇസ്ലാം എന്ന റിസാലയ്ക്ക് നൽകിയ ഷറഹാണ്, വിശദീകരണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നാലാമത്തെ നാഖിദിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാം മുറിച്ച് കളയുന്ന നാലാമത്തെ കാര്യം. അതിൽ പ്രധാനമായി രണ്ട് വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ്, അതിനേക്കാൾ മികച്ച മറ്റൊരു മാർഗം ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാകുമെന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയേക്കാൾ മികച്ച മറ്റൊരു വിധിയുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവനെന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിൻ്റെ ചില വിശദാംശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷേഖ് അവറുകൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന്, വഹുന യബ്ഹസുൽ ഉലമാഉ മസ്അലത്തൈൻ. ഇവിടെ ഉലമാക്കൾ രണ്ട് മസ്അലകൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണത്? ഒന്ന്, അൽ മസ്അലത്തുൽ ഊല യുസമ്മീഹ ബഅദു അഹ്ലിൽ ഇൽമി മസ്അലത്തു തശ്രീഅ്. അതിൽ ഒന്നാമത്തെ വിഷയം, ചില ഉലമാക്കൾ അതിനെ പേര് പറയുന്നത് മസ്അലത്തു തശ്രീഅ് എന്നാണ്. മസ്അലത്തു തശ്രീഅ് എന്നാണ്. മസ്അലത്തു തശ്രീഅ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നിയമനിർമ്മാണം ആണ്. രണ്ടാമത്തെ മസ്അല മസ്അലത്തുൽ ഹുക്മി വത്തഹാകുമി, വിധി പറയുന്നതും വിധി തേടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങൾ കൂടി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ മസ്അല, അതായത് മസ്അലത്തു തശ്രീഅ്, ഫത്തശ്രീഉ അലാ സലാസത്തി അഖ്സാമി, നിയമനിർമ്മാണം 3 ഇനമായിട്ട് ഉലമാക്കൾ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, അൻ യസുന്നൽ അബ്ദു ഖവാനീന വ ഉമൂറൻ, ഒരടിമ ചില നിയമങ്ങൾ, ചില കാര്യങ്ങൾ അവൻ ഉണ്ടാക്കുന്നു. എങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അവൻ ഉണ്ടാക്കുന്നത്? സഖത അൻഹ ശാരിഉ ഫിൽ ഇബാദാത്ത്, ശാരിആയ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. അള്ളാഹു പറയാത്തതായ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശദീകരിച്ച് നൽകാത്തതായ ഒരു വിഷയം. അതേതാണ്? ഫിൽ ഇബാദാത്ത്, ഇബാദാത്തുകളിൽ. അതായത് ഇബാദാത്തുകളിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെ ഒരാൾ എന്ത് ചെയ്യുന്നു? പുതുതായിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്നു. അൻ യസുന്നൽ അബ്ദു വയുറത്തിബ ഉമൂറൻ, ഒരടിമ എന്ത് ചെയ്യുന്നു? അവൻ ചര്യയാക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവൻ ഓർഡറിൽ കൊണ്ടുവരുന്നു. സഖത അൻഹ ശാരിഉ, ശാരിആയ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഫിൽ ഇബാദാത്തി, അത് ഏത് വിഷയത്തിലാണ് ഇവർ ഉണ്ടാക്കുന്നത്? ഇബാദാത്തുകളുടെ കാര്യത്തിലാണ്. വഹാദ ഇബ്തിദാഉൻ ഫിദ്ദീൻ, അങ്ങനെ ഒരു നിയമം, ഒരു കാര്യം ഇബാദാത്തുകളുടെ വിഷയത്തിൽ ഒരാൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക എന്നുള്ളത് എന്താണ്? അത് ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കലാണ്. മൻ സന്ന ഫിൽ ഇബാദാത്തി അംറൻ സഖത അൻഹു ശാരിഉ ഫശറഅഹു ലിന്നാസ്, ആരെങ്കിലും ഒരാൾ ഇബാദാത്തുകളിൽ ഒരു കാര്യത്തെ അങ്ങനെ ചര്യയായി കൊണ്ടുവന്നാൽ, ഏതവസ്ഥയിൽ അള്ളാഹു അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? മിണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഫശറഅഹു ലിന്നാസ്, അങ്ങനെ അവനത് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഒരു നിയമമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. വദഅന്നാസ ഇലൈ, എന്നിട്ട് ജനങ്ങളെ ആ ഇബാദത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവൻ വിളിക്കുകയും ചെയ്യുന്നു. ഏതുപോലെ? കമൻ സന്നൽ മവാലിദ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ചര്യയാക്കി കൊണ്ടുവരുന്നവരെ പോലെ. അല്ലെങ്കിൽ ഔലി സ്വഹാബത്തി ഔലി ആലിൽ ബൈത്തി ഔലിൽ ഔലിയായി, അല്ലെങ്കിൽ സ്വഹാബികളുടെ
അഹ്ലുബൈത്തിൻ്റെ ഔലിയാക്കളുടെ ഔലിയ ഗൈരി ദാലിക് അങ്ങനെ എന്ത് ചെയ്യുന്നു, മൗലിദുകൾ ഉണ്ടാക്കുന്നു. അള്ളാഹു റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവൻ അങ്ങനെ ഇബാദാത്തുകൾ, അത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു മൗലിദ് ഒരാൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവനത് ശരിയാക്കുന്നു, ആളുകൾ അതിലേക്ക് ക്ഷണിക്കുന്നു. ഫഖദ് ഇബ്തദഅ, അപ്പോൾ അവൻ എന്തായിട്ടുണ്ട്, സ്വാഭാവികമായും മുബ്തദി ആയിട്ടുണ്ട്. വകാന ലഹു നസീബും മിൻ ഖൗലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യത്തിൻ്റെ ഒരു ഷെയർ അവനക്കുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ വാക്യം? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അതല്ല അവർക്ക് പങ്കാളികളുണ്ടോ? എങ്ങനെയുള്ള പങ്കാളികൾ? ശറഉ ലഹും മിനദ്ദീനി, ദീനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവർ ഇവർക്ക് വേണ്ടി നിയമം നിർമ്മിച്ചു കൊടുക്കുന്നു. മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, അനുമതിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹു അനുമതി കൊടുക്കാതെ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഏതെങ്കിലും പങ്കാളികൾ അവർക്കുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതാരിലേക്കും പെടും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഇബാദാത്തുകളിൽ ഏതെങ്കിലും നിയമങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി ഏതെങ്കിലും ബിദ്അത്തുകൾ തുടങ്ങുന്ന ആളുകൾക്ക് ഈ ആയത്ത് എന്താണ്, ബാധകമാണ് എന്നതാണ്. കാരണം അൽ ഇബാദാത്തു അൽ അസ്ലു ഫിഹ തൗഖീഫ്, ഇബാദാത്തുകളുടെ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാന നിയമം തൗഖീഫ്, തൗഖീഫ് എന്നതാണ്. അതായത് അവിടെ നിൽക്കണം, എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അവിടെ നിൽക്കലാണ്. അതിനപ്പുറത്തേക്ക് അടക്കുക എന്നുള്ളതല്ല, പാടില്ലാത്ത കാര്യമാണ്. ഫഇദാ സകത അശ്ശാരിഉ അൻഹാ, ഒരു ഇബാദത്തിനെ സംബന്ധിച്ച് ശാരിആയ അള്ളാഹു സംസാരിച്ചിട്ടില്ല എങ്കിൽ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ, ഫമഅനാ ദാലിക അൽ മൻഉ, അതിൻ്റെ അർത്ഥം അത് തടയപ്പെട്ടതാണെന്നാണ്, അത് പാടില്ലാത്തതാണ്, വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫമൻ സന്ന ഇബാദത്തൻ ബി അസ്ലിഹ, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ഇബാദത്തിനെ അടിസ്ഥാനപരമായിട്ട് തന്നെ തുടങ്ങി, ഒരു പുതിയ ഇബാദത്ത്, ഇപ്പോൾ മൗലിദുൻ നബിയെ പോലെ അങ്ങനെ ഒരു ഇബാദത്ത് ഉണ്ടായിരുന്നില്ല, അതിനെ പുതുതായിട്ട് എന്ത് ചെയ്താണ്, അടിസ്ഥാനപരമായി തന്നെ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഔ വസ്ഫഹ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വസ്ഫ്, ഏതെങ്കിലും ഒരു ഇബാദത്ത് അസ്ലിൽ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് എന്താണ്, ഇബാദത്താണ്. അതിന് ചില വിശേഷണങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരാൾ കൊണ്ടുവരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്ത് എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അത് ഫാത്തിഹ നിയമപരമല്ലേ എന്ന് ചോദിച്ചാൽ നിയമപരമാണ്, അത് അസ്ലിയായിട്ട് പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ്. പക്ഷേ ഈ പറയുന്ന കോലം ആര് പഠിപ്പിച്ചതല്ല, ഈ വസ്ഫ് അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു ഇബാദത്തിന് അസ്ലിനെ തന്നെ ഒരാൾ എന്ത് ചെയ്തു, നിർമ്മിച്ചുണ്ടാക്കി. അല്ലെങ്കിൽ ഒരു ഇബാദത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകമായ കോലം, നിയമമാക്കപ്പെട്ട ഇബാദത്ത് തന്നെയാണ്, പക്ഷേ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുതിയ രീതി എന്ത് ചെയ്തു, ആരെങ്കിലും നിർമ്മിച്ചുണ്ടാക്കി കൊണ്ടുവന്നാൽ, ഏതവസ്ഥയിൽ സഖത്താന ഷറഉ, ഷറ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും വേണ്ടിയിട്ടില്ല എങ്കിൽ ഫഖദ് ഇബ്തദഅ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുബ്തദി ആയിട്ടുണ്ട്. അവൻ ചെയ്തിരിക്കുന്നത് ബിദ്അത്ത് ദീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഇനം, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഇനം ഇതാണ്. വൽ ഖസ്മു ത്സാനി, രണ്ടാമത്തേത് അൻ യസുന്നൽ അബ്ദു ഖവാനീൻ, ഒരടിമ ചില നിയമങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്നു. വയുറത്തിബ് ഉമൂറൻ, ചില കാര്യങ്ങളെ തർത്തീബാക്കി ഓർഡറാക്കി കൊണ്ടുവരുന്നു. ഏത് കാര്യങ്ങളിലാണത്? ഫീ ഉമൂരിൻ സഖതാൻ ഹഷാരി, ചില കാര്യങ്ങളിൽ ഷാരി ആയ അള്ളാഹു അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പ്രത്യേക നിയമം പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പക്ഷേ വൽ അസ്ലു ഫീഹ അൽ ഇദ്നു വത്തൗസിഅ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനം വിശാലത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഷറഅ അതിൽ വിശാലത നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അനുവദനീയമാണ്. നബിയോ അള്ളാഹു പഠിപ്പിച്ചതുപോലെ തന്നെ ആകണം എന്നും ചെയ്തിട്ടില്ല. അതുപോലുള്ള വിഷയങ്ങളിൽ നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ കൽ ആദാത്തി വൽ മുആമലാത്ത്, ആദാത്തുകൾ പോലെ ഒരാൾ ഏത് വസ്ത്രം ധരിക്കണം, അത് വസ്ത്രം ധരിക്കാനുള്ള ചില നിയമങ്ങളുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്, അവൻ എന്താണ് അതിൻ്റെ എന്താണ് ഇന്ന വസ്ത്രം തന്നെ വേണമെന്നുണ്ടാവും ഇല്ല, അല്ലെങ്കിൽ എന്ത് വെള്ളം കുടിക്കണം, ഇന്നത് മാത്രമേ കുടിക്കാവുള്ളൂ എന്നുണ്ടാവും. അടിസ്ഥാനപരമായി ഏത് വെള്ളവും കുടിക്കാമെന്നാണ്, അടിസ്ഥാനപരമായി ഏത് വസ്ത്രവും ധരിക്കാം എന്നുള്ളതാണ്, ഏത് ഭക്ഷണവും കഴിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതാണ് അടിസ്ഥാനം. പക്ഷേ ഏത് പാടില്ല, ചിലതിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അത് മാത്രം പാടില്ല. അതാണ് ഈ മുആമലാത്തുകളിലും ആദാത്തുകളിലുമുള്ള നിയമം. ഇബാദാത്തുകളിലുള്ള നിയമം എന്താണ്? എല്ലാ ഇബാദത്തും നിഷിദ്ധമാണെന്നാണ്. എല്ലാ ഇബാദത്തും നിഷിദ്ധമാണ്, ഏതാണോ പഠിപ്പിച്ചത് അതുവഴിയെ. എന്നാൽ ആദാത്തുകളുടെ കാര്യത്തിൽ അടിസ്ഥാന നിയമം എല്ലാം അനുവദനീയമാണെന്നുള്ളതാണ്.
അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചത്. വഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. ചിലതിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതൊഴികെ. ചില പാനീയങ്ങൾ പാടില്ല, ചില ഭക്ഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ചില വസ്ത്രങ്ങൾ പാടില്ലാത്തതുണ്ട്. പട്ട് ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ മുആമലാത്തുകളിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ആദാത്തുകളിലോ ആണ് ഇങ്ങനെ ഒരാൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ യസുന്നുൽ അബ്ദു ഖവാനീന വ അൻദിമ, അങ്ങനെ ഒരു അടിമ എന്ത് ചെയ്യുന്നു? ചില നിയമങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരുന്നു, ചില ചിട്ടകൾ കൊണ്ടുവരുന്നു. വയുറത്തിബ് ഉമൂറൻ, ചില കാര്യങ്ങൾ തർത്തീബായി ഓർഡറാക്കി കൊണ്ടുവരുന്നു. ഫി ഉമൂരി സക്കത്താന ഷാരി, ഷാരി ആയ അള്ളാഹു അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? പ്രത്യേകിച്ച് നിയമം നൽകിയിട്ടില്ല. എന്നാൽ ലം യഅതി ഫീഹാ ഹുക്മുൻ, അള്ളാഹു അതിൽ പ്രത്യേക വിധിയൊന്നും നൽകിയിട്ടില്ല. വഹാദിഹിൽ ഉമൂർ അൽ അസ്ലു ഫീഹാ തൗസി, ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള അടിസ്ഥാനം എന്താണ്? തൗസിയത്താണ്, വിശാലത നൽകിയിട്ടുണ്ട്. വൽ ഇദ്ൻ, അനുമതി നൽകിയിട്ടുണ്ട്. വൽ ഇബാഹ, അനുവാദം നൽകിയിട്ടുണ്ട്. കൽ ആദാത്തി വൽ മുആമലത്ത് വഹാദാ ജായിസുൻ ലാ ഹറജ ഫീ, ഇങ്ങനെ ചെയ്യൽ എന്താണ്? അനുവദനീയമാണ്, അത് യാതൊരു കുഴപ്പമില്ല. എന്ന് മാത്രമല്ല വഖദ് യകൂനു മത്ലൂബൻ, ചില സമയങ്ങളിൽ അത് നമ്മോട് തേടപ്പെടുന്ന കാര്യവുമായിരിക്കും. ഓരോ കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചില നിയമങ്ങൾ അങ്ങനെ എന്തുണ്ടാവും? ഉണ്ടാക്കേണ്ടി വരും. ഇദാ തഅല്ലഖത് ബിഹിൽ മസാലിഹു അൽ ആമ്മ, കാരണം അത് ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മസ്ലഹത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് കൊണ്ടുവരേണ്ടതുണ്ട്. റോഡിന് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനിവാര്യമായതാണ്, അതിനെന്ത് ചെയ്യാം? നിയമങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ അയ്യുനദ്ദിമ വലിയുൽ അംരി സൂഖൽ അമലി വസൂഖൽ മാൽ വയുസ്തിറുൽ ഖവാനീന വൽ അൻദിമ, ഒരു ഭരണാധികാരി എന്ത് ചെയ്യുന്നു? സാമ്പത്തികമായ ഏതെങ്കിലും മാർക്കറ്റുകൾ ആരംഭിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്യുന്നു? ഇതേപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെ പോലെ. ഫഹാദ മത്ലൂബു മിൻഹു, ഇത് ഭരണാധികാരിയിൽ നിന്ന് തേടപ്പെടുന്ന കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്. ലിഅന്നൽ മുജ്മഅ അലൈഹി അന്ന തസറുഫ അല റഅയ്യതി മനൂതും ബിൽ മസ്ലഹ, കാരണം ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ് പ്രജകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ഭരണാധികാരിയുടെ ഇടപാടുകൾ അത് അവരുടെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർക്ക് നന്മയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത്. വഅന്നഹു യജിബു അലാ വലിയിൽ അംരി, അതുകൊണ്ട് ഒരു ഭരണാധികാരിയുടെ മേൽ നിർബന്ധമാകും അൻ യസ്ആ ലിർറഅയ്യതി ബിഅഹ്സനിൽ വുജൂഹ്, അവരുടെ പ്രജകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത്. വഅസ്ലഹൽ വുജൂഹ് മാ അംകനഹു ഹാദാ, ഏറ്റവും ഉചിതമായ നിലയിൽ സാധിക്കുന്ന രീതിയിൽ അതിന് ചെയ്തു കൊടുക്കുക എന്നുള്ള അവരുടെ മേൽ നിർബന്ധമാണ്. ഇത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഓരോ സമൂഹത്തിനും പൊതുവായി ആവശ്യമായിരിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങൾ എന്താണ്? ഷറഇൻ്റെ ശരീഅത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധവുമല്ല. അതിനാണെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതാണ് തശ്രീഇൻ്റെ രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം വൽ ഖിസ്മു സാലിസ് അൻ യസുന്നൽ അബ്ദു ഖവാനീന വ അൻദിമ തുഖാലിഫു ശർഅല്ലാഹ്, ഒരടിമ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അതാകട്ടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായതാണ്. ഫജഅല നിദാമൻ വഖാനൂനൻ വദ്ഇയ്യൻ യുഖാലിഫു ശർഅല്ലാഹ്, അങ്ങനെ അവൻ ചില മനുഷ്യനിർമ്മിത നിയമങ്ങൾ കൊണ്ടുവരികയാണ്, ചിട്ടകൾ കൊണ്ടുവരികയാണ്, അതാകട്ടെ അള്ളാഹുവിൻ്റെ നിയമത്തിന് എതിരാണ്. ഏതുപോലെ? കമൻ യഹ്കുമു ബിഅന്ന ഷുർബൽ ഖംരി ലാ യഖ്തദി ഉഖൂബ, ഒരാൾ വിധി പറയാണ് മദ്യപിച്ചാൽ അതിന് ശിക്ഷയുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ ഒരാൾ വിധി പറയുകയാണ്, നിയമം ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഔ യുഫസ്സിൽ, അല്ലെങ്കിൽ അതിന് വിശദീകരിച്ച് പറയാണ് മദ്യപാനം തെറ്റയ്ക്കും തന്നെ, പക്ഷേ ഇൻ ഷുരിബ ഫിൽ ബൈത്തി, ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് മദ്യപിക്കുന്നത്. അല്ലെങ്കിൽ ഔ ഫി ഗൈരി ഖിയാദത്ത് സിയാറ, അവൻ ഡ്രൈവിങ്ങിലൊന്നുമല്ല മദ്യപിക്കുന്നത്. അല്ലെങ്കിൽ ഔ ഫിൽ ഹാനാത്തിൽ മുസറഹി ബിഹ, അല്ലെങ്കിൽ അതിനു വേണ്ടി അനുവദിക്കപ്പെട്ട പ്രത്യേകമായ ഷോപ്പുകൾ, ബാറുകൾ, അവിടെ നിന്ന് മാത്രമേ അവൻ മദ്യപിക്കുന്നുള്ളൂ. എന്നാൽ ഫലാ ഉഖൂബ തഫി, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യേണ്ടതില്ല? ശിക്ഷയൊന്നും വേണ്ടതില്ല എന്നൊരാൾ നിയമം കൊണ്ടുവരികയാണ് ഒരു ഭരണകൂടം. വഇൻ ശുരിബ കദാ ഫഉഖൂബതുഹു കദാ, അല്ലെങ്കിൽ ഇങ്ങനെ അത് കുടിച്ചാൽ അതിൻ്റെ ശിക്ഷ ഇന്നതാണ് എന്നൊക്കെ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഫഹാദാ നിദാമുൻ യുഖാലിഫു മാ അൻസലല്ലാഹ്, ഇത് അള്ളാഹു ഇറക്കിയിരിക്കുന്നതായ വിധിക്ക് നേർ വിപരീതമായ വിധിയാണ്. വഹാദ അല ദർജത്തൈൻ, ഇതിന് രണ്ട് ദർജയുണ്ട്, രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് പദവികളുണ്ട്. അതിൽ ഒന്നാമത്തേത് അൻ യുബദ്ദില ശർഅ അല്ലാഹി ബിഖ്തിയാരി, ഇങ്ങനെ ഒരാൾ നിയമം കൊണ്ടുവരികയാണ്,
അത് രണ്ട് രീതികളാണുള്ളത്. ഒന്നാമത്തെ രീതി മുസന്നിഫ് പറയുകയാണ്, അൻ യുബദ്ദില ശറഅ അല്ലാഹി ബിഖ്തിയാരി, അള്ളാഹുവിൻ്റെ നിയമത്തെ മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വയം ഇഷ്ടപ്രകാരം ഇതുപോലുള്ള ഒരു നിയമത്തെ ഒരാൾ കൊണ്ടുവരുന്നത്. അതാണ് ഒന്നാമത്തെ ഘട്ടം. യാനി അതായത് ഹാദാ യാ ഇഖ്വാ യഅതി വയജിദു ശറഅ അല്ലാഹി മുഹക്കമ, ഒരാൾ ഒരു ഭരണകൂടം വരുന്നു, ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ത് ചെയ്തിരുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ള ഇടത്തേക്ക് ഒരു ഭരണാധികാരി വരുന്നു. ഫയുബദ്ദിലു ശറഅ അല്ലാഹ് ബിൽ ഖവാനീനിൽ വദഇയ്യത്തി അല്ലതി തുഖാലിഫുഹു ബിഖ്തിയാരി, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഈ നിയമത്തെ മാറ്റുകയാണ് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ കൊണ്ട്. അതിന് പകരം അള്ളാഹുവിൻ്റെ നിയമത്തിന് പകരം ഈ മനുഷ്യ നിർമ്മിത നിയമങ്ങൾ വയ്ക്കുന്നു. എങ്ങനെയുള്ളതാണത്? ശരീഅത്തിന് വിരുദ്ധവുമാണ്. അങ്ങനെയുള്ള നിയമം കൊണ്ടുവരികയാണ്. ബിഖ്തിയാരി, അത് അവൻ സ്വയം ഇഷ്ടപ്രകാരം കൊണ്ടുവരുന്നതാണ്. ഏതെങ്കിലും സമ്മർദ്ദങ്ങളാലോ മറ്റൊന്നുമല്ല, അവൻ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാണ്, അള്ളാഹുവിൻ്റെ നിയമം മാറ്റിയിട്ട് വേറൊരു സംവിധാനം, വേറൊരു വ്യവസ്ഥ അവിടെ കൊണ്ടുവരുന്നു. കമാ ഫഅല മൻ അസ്ഖതൽ ഖിലാഫത്തൽ ഉസ്മാനിയ, ഉസ്മാനി ഖിലാഫത്തിനെ വീഴ്ത്തിയ ചങ്ങാതി ചെയ്തതുപോലെ, തുർക്കിയിൽ ഉസ്മാനി ഖിലാഫത്തിനെ നിർമ്മാർജ്ജനം ചെയ്തയാൾ ചെയ്തതുപോലെ. പേര് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഇതിൽ മസ്ലഹത്ത് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. വബദ്ദല മാ വജദഹു മൻ ശറഅ മിൻ വബദ്ദല മാ വജദഹു മിൻ ശറഇല്ല, അള്ളാഹുവിൻ്റെ ശരീഅത്ത് ആണ് അവിടെ അദ്ദേഹം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ്? ശരീഅത്തനുസൃതമായ നിയമ വ്യവസ്ഥയായിരുന്നു. അതിനെ അദ്ദേഹം മാറ്റി. ബിൽ അഹ്കാമിൽ അൽമാനിയ വൽ ഖവാനീനിൽ വദഇയ്യ, മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾ കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം അതിനെ പകരം വെച്ചു അള്ളാഹുവിൻ്റെ നിയമത്തിന്. വഹാദ ഖദ് ദഹബ ജമാഅത്തുൻ മിൻ അഹ്ലിൽ ഇൽമി ഇലാ തക്ഫീരി, അഹ്ലുൽ ഇൽമിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം കാഫിറാണ് എന്ന് ചെയ്തിട്ടുണ്ട്, വിധി പറഞ്ഞിട്ടുണ്ട്. ഈ പണി എന്താണ്? കുഫറാണ്. വഖാലു ഫിഅലുഹു കുഫ്റുൻ വഹുവ കാഫിറുൻ, അവർ പറഞ്ഞത് ഇത് കുഫറാണ്, അദ്ദേഹം കാഫിറുമാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ആ നാട്ടിൽ എന്ത് ചെയ്യാണ്, ഇസ്ലാമിക വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു, അതിനെ തച്ചുടച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു പുതിയ വ്യവസ്ഥ അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അത് എന്താണ്, കുഫറാണ്, അത് ചെയ്തയാൾ കാഫിറാണ് എന്ന് ചെയ്തിട്ടുണ്ട്. ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വനഖല തലാമീദു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അൻഹു അന്ന ഹാദാ ലാ യക്ഫുറു ഇല്ലാ ഇദാ കാന മുഅ്തഖിദൻ അന്നഹു അഹ്സനു ഔ മിഥല ശർഇല്ല ഔ അന്നഹു യജൂസുൽ അമലു ബി. എന്നാൽ ഇബ്നു ബാസ് റഹിമഹുല്ലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ, തലാമിദുകൾ ഉദ്ധരിക്കുന്നുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, ഇങ്ങനെ ചെയ്തത് മുഖേന ഒരാൾ എന്താവില്ല, കാഫിറാവുകയില്ല. എപ്പോഴല്ലാതെ അവൻ വിശ്വസിക്കുകയാണ്, ഇദാ കാന മുഅ്തഖിദൻ അന്നഹു അഹ്സൻ, അവൻ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ പുതുതായി കൊണ്ടുവരുന്ന ഈ നിയമം അതാണെന്ത്, ഉചിതമായൊരു നിയമമാണത്, നല്ലൊരു നിയമമാണത് എന്നാണ് അവൻ വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ട്. പ്രവൃത്തി മാത്രമല്ല, പിന്നെന്താണ്, അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഔ മിഥല ശർഇല്ല, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ നിയമം പോലെ തന്നെയാണിത്. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ നല്ലതാണിത്, അല്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ നിയമം പോലെ തന്നെയാണ്. ഔ അന്നഹു യജൂസുൽ അമലു ബി, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ, അമ്മ ഇദാ കാന മുഅ്തഖിദൻ അന്ന ആണ് എങ്കിൽ എന്താകും, അത് കാഫിറാവും. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ എന്താവും, അമ്മ ഇദാ കാന മുഅ്തഖിദൻ അന്ന ശർഅ അല്ലാഹ് അഹ്സൻ, എന്നാൽ ഒരാൾ ഇത് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഏറ്റവും നല്ലത് എന്നാണ് അവൻ വിശ്വാസം. വഹുവല്ലദീ യുഹിബ്ബു അൻ യുഅമല ബിഹി വഹുവല്ലദീ യജിബു അൻ യുഅമല ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണെന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ വിശ്വാസം എന്താണ്, അള്ളാഹുവിൻ്റെ നിയമമാണ് നല്ലത്, അതനുസരിച്ച് വിധി പറയുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം എന്നാണ് അവൻ്റെ വിശ്വാസം. പക്ഷേ ലാക്കിൻ ബദ്ദലഹു, പക്ഷെ അവൻ എന്ത് ചെയ്തു, അതിനെ മാറ്റി. ഫഇന്നഹു ലാ യക്ഫുർ, എന്നാൽ എന്താവില്ല, അവൻ കാഫിറാവുകയില്ല. കാരണം അവൻ്റെ വിശ്വാസം അള്ളാഹുവിൻ്റെ നിയമം തന്നെയാണ് ഏറ്റവും മികച്ചത്, അതിന് പകരമായിട്ട് വേറൊന്നിനെയും വയ്ക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ നിയമം കൊണ്ട് തന്നെയാണ് വിധിക്കൽ നിർബന്ധമായ കാര്യം എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട്.
ഒരാൾക്കറിയാം വ്യഭിചാരം നിഷിദ്ധമാണെന്ന് നല്ല ബോധമുണ്ട്. അതിനോടുകൂടി ഒരാൾ വിഭജിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? പാപി ആണ്, വലിയൊരു പാപമാണ് അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ വ്യഭിചാരം അനുവദനീയമാണെന്ന് ഒരാൾ വിശ്വസിച്ചാലോ അത് മുഖേന പ്രശ്നമാണ്. അത് അനുവദനീയമാക്കിയാൽ എന്ന് പറഞ്ഞതുപോലെ എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ളയെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖദ് സുഇല റഹിമഹുല്ല, ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ഹൽ ഫീഹി ഫർഖും ബൈന തബ്ദീലി കകുല്ലിൻ വൽ ഹുക്മു ഫീ ഖളിയ്യത്തിൻ വാഹിദ. ഒരു നാട്ടിലെ വ്യവസ്ഥിതിയെ മൊത്തത്തിൽ മാറ്റുന്നതും അതല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമമല്ലാത്തത് കൊണ്ട് വിധി പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഖാല റഹിമഹുല്ല, ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, ഇൻകാന ലം യഖ്സുദ് ബിദാലിക്കൽ ഇസ്തിഹ്ലാൽ, അദ്ദേഹം അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണെന്നൊന്നും ചെയ്തിട്ടില്ല, ലക്ഷ്യം വെച്ചിട്ടില്ല, കരുതിയിട്ടില്ല. വ ഇന്നമാ ഹക്കമ ബിദാലിക ലിഅജ്ലി അസ്ബാബിൻ ഉഖറ, അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ്. യകൂനു കുഫ്റൻ ദൂന കുഫർ, എന്നാൽ അതെന്താണ്? കുഫറും ദൂന കുഫറാണ്, ചെറിയ കുഫറാണ്. അമ്മാ ഇദാ ഖാൽ, എന്നാൽ അവൻ പറയുകയാണ് യുബാഹു, അങ്ങനെ ചെയ്യൽ അനുവദനീയമാണെന്ന് ഒരാൾ വിശ്വസിക്കുകയാണ്. വലാ ഹർജ ഫിൽ ഹുക്മി ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് അവൻ്റെ വാദം. എന്നാൽ ഫഇന്നഹു യക്ഫുർ, അപ്പം അവനെന്താകും? കാഫിറാവും. വഇൻ ഖാല അശ്ശരീഅത്തു അഫ്ളൽ, അവൻ പറയുന്നത് ശരീഅത്താണ് അഫ്ളൽ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, അള്ളാഹുവിൻ്റെ നിയമമല്ലാത്തത് കൊണ്ട് വിധിക്കൽ അനുവദനീയമാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ശരീഅത്തൊക്കെയാണ് തന്നെയാണ് എന്ത് നല്ലത്. നമ്മുടെ ആളുകളിലും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ, ഇസ്ലാമിക നിയമം തന്നെയൊക്കെയാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്നതിനോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റേതല്ലാത്ത വ്യവസ്ഥിതികൾ നടപ്പിലാക്കുന്നതിന് കുഴപ്പമില്ല, അത് അനുവദനീയമാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു. അപകടം, വലിയ അപകടമാണ്. അള്ളാഹുവിൻ്റേതല്ലാത്തതായ മനുഷ്യനിർമ്മിത നിയമങ്ങൾ അത് അനുവദനീയമായതാണ്. നമുക്കിവിടെ ഇസ്ലാമിക നിയമം നല്ലത് തന്നെയൊക്കെയാണ്, പക്ഷേ അതെന്താണ്, മറ്റുള്ളതും അത് നല്ലത് തന്നെയാണെന്ന് പറയുന്നതിനോടുകൂടെ മറ്റുള്ളതും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വിധി പറയുന്നതും അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്നത് പ്രശ്നമാണ്. അതിന് വിധി പറയുന്നതല്ല അവിടെ പറയണത്, പിന്നെന്താണ്, അങ്ങനെ വിശ്വസിക്കുന്നത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫഹുന തഅലം അന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ലാ യുഫല്ലിഖു ബൈന തബ്ദീലി വൽ ഹുക്മി. അപ്പോൾ ഇവിടെ ഇബ്നു ബാസ് റഹിമഹുല്ലാ മൊത്തത്തിലുള്ള മാറ്റത്തെയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കാര്യത്തിലുള്ള വിധിയോ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, വേർതിരിക്കുന്നില്ല. എങ്ങനെയാണ് എങ്കിലും എന്താണ്, വിശ്വാസവുമാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വലിയ കുഫറും ചെറിയ കുഫറുമായിട്ട് വേർതിരിക്കുന്നത്. ബൽ യുഫസ്സിലു തഫ്സീൽ അല്ലദീ സനസ്മഉഹു ഫിൽ ഹുക്മി ബിഗൈരി മാ അൻസലല്ലാഹ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ച് പറയണം. നമ്മൾ നേരത്തെ ഹുക്കുമിൻ്റെ കാര്യം കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നതാണെന്ത് പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ. വദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദറജ പറഞ്ഞത് എന്താണ്, ഒരു നാട്ടിൽ ഇസ്ലാമിക വ്യവസ്ഥതയാണ്, അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ വേറൊരു വ്യവസ്ഥയെ കൊണ്ടുവരുന്നത്, അതാണ് ഒന്നാമത്തെ ദറജ പറഞ്ഞത്. രണ്ടാമത്തേത് അൻ യജിദൽ ഹുക്മ ബിൽ ഖവാനീനി ഖായിമൻ, ഒരു നാട്ടിൽ അവിടെ ഇങ്ങനെയുള്ള നിയമങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലെ വ്യവസ്ഥിതി എന്താണ്, മനുഷ്യനിർമ്മിത വ്യവസ്ഥിതികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാമിക നിയമമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയസുന്നു മിസ്ലഹ, അപ്പോൾ അതേപോലുള്ളതിനെ ഒരാൾ എന്ത് ചെയ്തു, ഒരു ചര്യയായിട്ട് കൊണ്ടുവന്നു. അയ്യജിദൽ, ഏതുപോലെ അയ്യജിദ അൽ ഹുക്മ ബിൽ ഖവാനീനി ഖായിമൻ ഫിൽ ബലദ്, ഒരു നാട്ടിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള നിർമ്മിത നിയമങ്ങൾ അതവിടെ ഖായിമാണ്, അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈസ ഫീഹി തഹ്കീമു ശർഇല്ല, അവിടെ എന്തില്ല, അള്ളാഹുവിൻ്റെ നിയമമല്ല നടത്തപ്പെടുന്നത്. വഇന്നമാ ഫീഹിൽ ഹുക്മു ബിൽ ഖവാനീനിൽ വദ്ഇയ്യത്തിൽ മുഖാലിഫത്തിൽ ശർഇല്ല, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ നിർമ്മിത നിയമങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ വയസുന്നു മിസ്ലഹ, അതുപോലുള്ളതിന് എന്ത് ചെയ്യുന്നു, അവിടെ അതാണുള്ളത്, അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, അതേപോലുള്ള ഒന്നിനെ എന്ത് ചെയ്യുന്നു, ഒരാൾ കൊണ്ടുവരുന്നു, ഒരു നിയമം അതേപോലെ തന്നെ വേറെ ഒന്നും എന്ത് ചെയ്യുന്നു, നിയമം കൊണ്ടുവരുന്നു. സവാഅൻ കാന ഫർദൻ ഔ കാന ഹൈഅത്തൻ, അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയാകട്ടെ, ഒരു രാജാവാകട്ടെ,
അല്ലെങ്കിൽ ഔകാന ഹൈഅത്തൻ കൽ പാർലമാൻ, അല്ലെങ്കിൽ ഒരു സമിതിയാകട്ടെ, പാർലമെൻറ്റ് പോലെ. അവിടത്തെ വ്യവസ്ഥ ഏതാണ്? അപ്പോൾ എന്ത് ചെയ്തു? കുറേ ആളുകൾ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ നിയമം ഉണ്ടാക്കി. എന്താണ്? സ്വർഗരതി കുഴപ്പമില്ല, ഇവിടുത്തെ വ്യവസ്ഥ അതെങ്ങനെയാണ്. അതിനിടയിൽ എന്ത് ചെയ്യുന്നു? അതേപോലൊരു നിയമം പുതുതായിട്ട് കൊണ്ടുവന്നു. അത് ഒരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ ഒരു സമിതിയാകട്ടെ. ഫഹാദ തഫ്സീലു ഫീഹി വ തഫ്സീലു ഫിൽ ഹുക്മി ബിഗൈരി മാ അൻസലല്ലാഹ് യുൻദറു ഫീ ഹാലിഹി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും ഫഹാദ അത്തഫ്സീൽ ഫി, ഇവിടെയും വിശദമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് ചാടി കുഫർ വിധിക്കലല്ല, നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് കാര്യം മനസ്സിലാക്കി പറയലാണ്. വ തഫ്സീലു ഫിൽ ഹുക്മി ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയത് അല്ലാത്തത് കൊണ്ടുള്ള വിധി പറയുന്നിടത്ത് നമ്മൾ വിശദമായി പറഞ്ഞല്ലോ. അതേ വിശദാംശം തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുക? നടപ്പിലാക്കപ്പെടുക, പറയപ്പെടുക. യുൻദറു ഫി ഹാലി, അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചെയ്യും നോക്കപ്പെടും. അവൻ ഈ പറയുന്ന നിയമം കൊണ്ടുവന്നത് ഏത് വിശ്വാസത്തിലാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുക? പരിഗണിക്കപ്പെടുക. വയുളാഫു ഇലാ ദാലിക ഖസ്മുൻ സാലിസുൻ ലിഹാദിഹി ദറജത്തി താനിയ, ഈ രണ്ടാമത് പറഞ്ഞ ദർജ ഉണ്ടല്ലോ, അതിലേക്ക് അതിൻ്റെ ഒരു ഉപവിഷയം എന്നുള്ള നിലയിൽ വേറൊരു കാര്യം കൂടി എന്ത് ചെയ്യാം? ചേർക്കപ്പെടാം. അതെന്താണ്? ഹുവ മൻ ലാ യസ്തതീഉ തഗ്യീറു തിൽക അത്വരീഖ. ഒരാൾ അവന് എന്ത് സാധിക്കില്ല? ഈ പറയുന്ന ഈ മനുഷ്യ നിർബന്ധ നിയമങ്ങൾ നിലനിൽക്കുന്ന വ്യവസ്ഥ നിലനിൽക്കുന്ന നാട്ടിൽ അവന് ഈ നിയമങ്ങൾ മാറ്റാനൊന്നും സാധിക്കില്ല. അതിനുള്ള ശേഷി അവനില്ല. അവൻ എന്ത് ചെയ്തു? വിധി പറയാനുള്ള ഏതെങ്കിലും അവകാശം അവനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള വ്യവസ്ഥിതി മാറ്റാനുള്ള ശേഷി അവനക്കുണ്ടോ? ശേഷി അവനില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ. ആനി അൽ ഹുക്മ ബിൽ ഖവാനിൻ, അതായത് ഈ മനുഷ്യ നിർമ്മിത നിയമങ്ങളെ മാറ്റി വേറൊന്ന് ഇസ്ലാമിക നിയമം കൊണ്ടുവരാനുള്ള ശേഷി അവനില്ല. അങ്ങനെയുള്ള ഒരാൾ. വഹുവ യഖുദു ബിത്തദറുജ്, അവനാകട്ടെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമമാണ്. വയഫ്അലുൽ മുംകിൻ, സാധ്യമായത് അവൻ എന്ത് ചെയ്യുകയാണ്? ചെയ്യുകയാണ്. ഏത് ഉദ്ദേശത്തോടെ? മാ ഇറാദതിഹി അസ്വാദിഖ, അവൻ്റെ സത്യസന്ധമായ ഉദ്ദേശം. ഫി തഹ്കീം ശർഇല്ല, അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കണം എന്നുള്ളതാണ് അവൻ്റെ സത്യസന്ധമായ വിശ്വാസം, അവൻ്റെ ഉദ്ദേശം. ഫഹാദാ ലാ യുകഫർ, അവനെയും എന്ത് ചെയ്യാൻ പറ്റൂല? കാഫറാക്കാൻ പറ്റുകയില്ല. ജാഅ വവജദൽ ഖവാനീൻ അൽ വദ്ഇയ്യ അൽ മുഖാലിഫത ലിമാ അൻസലല്ലാഹു മുഹക്കമ, അവൻ വരുമ്പോൾ നോക്കുമ്പോൾ അവിടെ എന്താണുള്ളത്? അവിടെ അള്ളാഹു ഇറക്കിയ നിയമത്തിന് വിരുദ്ധമായതായ മനുഷ്യനിർമ്മിത നിയമങ്ങളാണ് അവിടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവൻ കാണുന്നത്. ഇവനാകട്ടെ വഹുവ ലാ യസ്തതിഉ അൻ യുഗയ്യിറ ഹാദാ, അതിനെ മാറ്റിമറിച്ചിടുക എന്നുള്ളത് ഇവനെന്തല്ല? സാധ്യമല്ലാത്തതുമാണ്. ഫഅഖദ ബിത്തദറുജ്, അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? തദറുജിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നു. വഫഅലൽ മുംകിൻ, സാധ്യമായ ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. ഏതിനോടുകൂടെ? മാ ഇറാദതിഹി അസ്വാദിഖ അൻ യുഹക്കിമ ശർഅ അല്ലാഹ്, അവൻ്റെ ഏറ്റവും സത്യസന്ധമായ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ നിയമത്തെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. എന്നാൽ ഫഹാദാ ലാ യുകഫ്ഫറു ബിഫഅലിഹി ഹാദാ, അവൻ്റെ പ്രവൃത്തി മുഖേന അവൻ എന്ത് ചെയ്യാൻ പറ്റൂല? കാഫിറാക്കാൻ പറ്റുകയില്ല എന്നതാണ്. ഇനി അമ്മൽ മസ്അലത്തു സാനി, അപ്പോൾ ഇതിനകത്ത് രണ്ട് മസ്അലകൾ കൂടി സംസാരിക്കാനുണ്ടെന്ന് മുസന്നിഫ് പറഞ്ഞല്ലോ. അതിലൊന്ന് തശ്രീ ആണ്, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇനി ഇതിൽ രണ്ടാമത്തെ മസ്അലത്തുൽ ഹുക്മി വത്തഹാക്കും, വിധി പറയുന്നതും വിധി തേടി പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏതെങ്കിലും വിധികൾ ഉണ്ടാക്കുന്നതല്ല, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന വിഷയമല്ല. നേരത്തെ പറഞ്ഞതാണ്. ഇനി പറഞ്ഞ എന്താണ്? ഒരു വിധി വിധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിധി തേടിപ്പോവുക, അതുമായി ബന്ധപ്പെട്ടതാണ്. മൽ ഫർഖു ബൈനൽ ഹുക്മി വത്തഹാക്കും, ഈ ഹുക്കുമും തഹാക്കുമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹുക്കുമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഊദു ഇലൽ ഹാക്കിം, അത് വിധി പറയുന്ന ആളിലേക്കാണ് മടങ്ങുന്നത്. ആരാണോ വിധിക്കുന്നത് അവനാണത് ബാധകമാകുന്നത്. സവാൻ ഹാക്കിമുൽ ആം അവിൽ ഖാദി, അതൊരു പൊതുവായ ഭരണാധികാരിയാകട്ടെ, അതല്ലെങ്കിൽ ഒരു ജഡ്ജിയാകട്ടെ, ഖാദിയാകട്ടെ. തഹാക്കും എന്ന് പറഞ്ഞാൽ ഹുവ ഫിഅലുൽ ആം, അത് പൊതുജനങ്ങളുടെ പ്രവൃത്തിയാണ്. അതായത് ബിർ റുജൂഇ ഇലാ മൻ യഹ്കും, ആരാണോ വിധി പറയുന്നത് അവനെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ത്? തഹാക്കും. വഹാദിഹി അലാ ഖിസാമി, ഇതും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, ഖിസ്മുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം അൽ ഹുക്മു ബിശ്ശർഇ വത്തഹാക്കുമു ഇലാ ശർഇല്ല,
ഇങ്ങനെ വിധിക്കുന്നതും വിധി തേടിപ്പോകുന്നതുമായ കാര്യത്തിൽ ഒന്നാമത്തെ കിസ്മ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് കൊണ്ട് വിധിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കിസ്മ. വത്തഹാക്കും ഇലാ ശറഇല്ല, അള്ളാഹുവിൻ്റെ ശരീഅത്തിലേക്ക് വിധി തേടിപ്പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കിസ്മ. വിധിക്കുകയും വിധി തേടിപ്പോവുകയും ചെയ്യുക. വഹാദ ഫരീദത്തുൻ ശറഇയ്യ, ഇത് ശറഇയ്യായ നിർബന്ധ ബാധ്യതയാണ്. വമിൻ ലവാസിമി തൗഹീദ്, തൗഹീദിൻ്റെ അനിവാര്യ ഘടകങ്ങളിലൊന്നുമാണത്. ഒരാൾ തൗഹീദ് പൂർണ്ണമാണെങ്കിൽ അവൻ അതാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ നിയമം കൊണ്ട് വിധിക്കുകയും ചെയ്യണം, അതിലേക്ക് വിധി തേടിപ്പോവുകയും ചെയ്യണം. ഇത് തൗഹീദിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ കിസ്മ അൽ ഹുക്മു ബിഖവാനീന ബശരിയ്യ, മനുഷ്യനിർമ്മിത നിയമങ്ങൾ കൊണ്ട് വിധി പറയുന്നു. എങ്ങനെയുള്ളതാണ്? ലാ തുഖാലിഫു ശറഅ അല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ നിയമങ്ങളാണോ? അല്ല, അങ്ങനെയുള്ളതല്ല. വത്തഹാക്കുമു ഇലൈഹ, അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിലേക്ക് വിധി തേടിപ്പോകുന്നു. വഹാദ ജായിസുൻ, ഇതെന്താണ്? അനുവദനീയമായ കാര്യമാണ്. ബൽ ഖദ് യകൂനു മത്ലൂബൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അതെന്തായിരിക്കാം? അനിവാര്യവുമായിരിക്കാം. കൽ ഹുക്മി ഫി ഖദാഇൽ മുറൂരി വൽ ഹവാദിഥി അല്ലത്തി തഖഉ ബൈനൻ നാസ്, ഏതുപോലെ ട്രാഫിക് നിയമങ്ങളെയും മറ്റൊക്കെ പോലെ ജനങ്ങളുടെ നടക്കുന്നത് പോലുള്ള നിയമങ്ങൾ, അത് ശരീഅത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമല്ല, എന്നാൽ പൊതുസമൂഹത്തിന് എന്താണ് ആവശ്യമായ ചില നിയമങ്ങളാണ്. അങ്ങനെയുള്ള നിയമങ്ങൾ വെക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന് എന്താണ്? മസ്ലഹത്താണ്, അവരുടെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചിലപ്പോൾ തേടി പോകേണ്ടിയും വരും. അതാണ്, അത് കുഴപ്പമില്ല. മൂന്നാമത്തേത് അൽ ഹുക്മു ബി ഖവാനീന തുഖാലിഫു ശറഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ ഖവാനീനുകൾ കൊണ്ട്, വിധികൾ കൊണ്ട് എന്ത് ചെയ്യുക? വിധിക്കുക. വത്തഹാക്കുമു ഇലൈഹ, അവിടേക്ക് വിധി തേടി പോവുക. വഹാദിഹി ദറജാത്തുൻ, ഇതിന് ചില ദറജകളുണ്ട്, ചില ഘട്ടങ്ങളുണ്ട്. ബയ്യനഹ അഹ്ലുൽ ഇൽം, അഹ്ലുൽ ഇൽം അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ശരിക്കും വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അഖദം മിമ്മ ഖററഹു അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ സമ്മതിച്ച് അംഗീകരിച്ചതായ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് ഉലമാക്കൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. യഖൂലു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നു ലാ റൈബ അന്നൽ ഹുക്മ ബിഗൈരി മാ അൻസലല്ലാഹ് മുൻകറുൻ അദീം, ഒരു സംശയവും വേണ്ട, അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുക എന്നുള്ളത് മുൻകറാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്, തിന്മയാണ്, ഗുരുതരമായ തിന്മയാണ്. ഒമിൻ അൻവാഇൽ കുഫ്രി, കുഫറിൻ്റെ ഇനങ്ങളിലും പെട്ടതാണ്. കുഫർ രണ്ട് ഇനം നമ്മൾ പറഞ്ഞല്ലോ, കുഫറിൻ്റെ ഇനങ്ങളിൽ പെട്ടതാണത്. ലാഹിദു, ശ്രദ്ധിക്കൂ, മിൻ അൻവാഇൽ കുഫർ എന്നാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്, കുഫറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. അതായത് യാനി ഖദ് യകൂനു കുഫ്റൻ അക്ബർ വഖദ് യകൂനു കുഫ്റൻ അസ്ഗർ, അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അതെന്താകും? വലിയ കുഫറാകും, ചിലപ്പോൾ ചെറിയ കുഫറാകും. അതാണ് കമാ ബയ്യനഹുല്ലാഹു അസ്സ വജൽ, അള്ളാഹു വിശദീകരിച്ചതുപോലെ. വഹുവ മിൻ ഹുക്മിൽ ജാഹിലിയ്യ, അതെന്താണ്? ജാഹിലിയ്യത്തിൻ്റെ ഹുക്മിൽപ്പെട്ടതാണ്. അള്ളാഹു ചോദിച്ചല്ലോ, അഫ ഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, അവർ ജാഹിലിയ്യത്തിൻ്റെ വിധിയെയാണോ ആഗ്രഹിക്കുന്നത്, തേടിപ്പോകുന്നത്? വലൈസ ലി അഹദിൻ അൻ യഹ്കുമ ബിഗൈരി മാ അൻസലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുക എന്നുള്ളത് ആർക്കും അനുവദനീയമല്ല, പാടില്ലാത്ത കാര്യമാണത്. ബൽ ഹാദ മുൻകറുൻ അദീമുൻ, എന്നല്ല, അത് വളരെ ഗുരുതരമായ പാപമാണ്. വജരീമത്തുൻ ശനീഅ, വളരെ മ്ലേച്ഛമായ കുറ്റകൃത്യമാണ്. അമ്മാ കൗനുഹു കുഫ്റൻ മുഖ്രിജൻ മിനൽ മില്ലത്തി ഫഹാദാ ഹുവ മഹല്ലു തഫ്സീലി ഇൻദ അഹ്ലിൽ ഇൽം, എന്നാൽ അത് മുഖേന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ ആകുന്നത് അത് ഉലമാക്കളുടെ ഇടയിൽ എന്താണ്? വിശദമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. കേവലം വിധിച്ചു എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ എന്താവൂല? കുഫറാവൂല. ഫമൻ ഫഅലൽ ഹുക്മ ബിഗൈരി മാ അൻസലല്ലാഹ്, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിച്ചു, യസ്തജീസുഹു, എപ്രകാരം? അത് അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്. വയറ അന്നഹു ലാ ബഅസ ബി, അവനത് അതിനെ കാണുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് അതിനെ കാണുന്നത്. അല്ലെങ്കിൽ ഔ യറ അന്നഹു മിസ്ല ഹുക്മില്ല, അല്ലെങ്കിൽ അത് അള്ളാഹിൻ്റെ നിയമം പോലെ തന്നെയാണെന്നുള്ളതാണ് അവൻ്റെ വിശ്വാസം. ഔ യറ അശ്നഉ മിൻ ദാലിക്, അല്ലെങ്കിൽ അതിനേക്കാളും മ്ലേച്ഛമായ രീതിയിലാണ് അവൻ്റെ വിശ്വാസം. അതേതാണ്? അന്ന ശരീഅത ലാ തുനാസിബുൽ യൗം, ശരീഅത്ത് ഈ കാലഘട്ടത്തിലൊന്നും അനുയോജ്യമായതല്ല. വ അന്നൽ ഖവാനീന അൻസബു മിൻഹാ വ അസ്ലഹ്, മനുഷ്യ നിർമ്മിത നിയമങ്ങളുണ്ടല്ലോ പുതുതായിട്ട് വന്നേക്കുന്നത്, അതാണ് ഇപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ, ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും അനുയോജ്യം. അത് ഏറ്റവും മ്ലേച്ഛമായൊരു ചിന്താഗതിയാണ്. ഹാദാ കുല്ലുഹു കുഫ്റുൻ അക്ബർ, അങ്ങനെയൊക്കെയാണ് ഒരാൾ വിധിക്കുന്നതെങ്കിൽ അതെല്ലാം എന്താണ്? കുഫറാണ്, വലിയ കുഫറാണ്.
അലാ ജമീഅൽ അഹ്വാലി സലാത്ത്, നേരത്തെ പറഞ്ഞ മൂന്നവസ്ഥയിലും, ഒന്നുകിൽ ഇസ്ലാമിക നിയമത്തെക്കാൾ വലുതാണത്, നല്ലതാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്താ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൽ അനുവദനീയമാണ് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ കുഫ്റാണ്, വലിയ കുഫ്റാണ്. ശിർക്കായിട്ടും വരും. വമൻ സഅമ അന്ന ഹുക്മ ഗൈരില്ലാഹി അഹ്സനു മിൻ ഹുക്മി. അപ്പോൾ ഒരാൾ വാദിക്കുകയാണ് അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമം അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ മികച്ചതാണ്. ഓ മിഥല ഹുക്മിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം പോലെ തന്നെയുള്ളതാണ്. ഫി അയ്യ വഖത്തിൻ കാന, ഏതവസ്ഥയിലും. ഔ അന്നഹു യജൂസുൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കൽ അനുവദനീയമാണ് എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ, വലൗ ഖാല ഇന്ന ശരീഅത അഫ്ളലു വഅഹ്സൻ, അങ്ങനെ അനുവദനീയമാണെന്ന് പറയുന്നയാൾ പറയുന്നുണ്ട് ശരീഅത്ത് ഒക്കെ തന്നെയാണ് നല്ലത് ശരീഅത്തൊക്കെ തന്നെയാണ്, എന്നാലും അതുകൊണ്ട് വിധിക്കുന്നത് എന്താണ്, അനുവദനീയമാണ് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ ഫഫി ഹാദിഹിൽ അഹ്വാലി സലാസി യകൂനു ഖായിലു ദാലിക കാഫിറ, ഈ ഇത് പറയുന്നയാൾ എന്താവും, ഈ മൂന്നവസ്ഥകളിൽ അവൻ കാഫിറായി തീരും. വഹാകദ മുഅ്തഖിദു ദാലിക, ഇപ്രകാരമാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ എന്താവും, അത് മുഖേന അവൻ കാഫിറാവും. മനി അഅ്തഖദ അന്ന ഹുക്മ ഗൈരില്ലാഹി ജായിസുൻ, ഒരാൾ വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റേതല്ലാത്തതായ ഹുക്കുമ് അനുവദനീയമാണെന്ന്, അല്ലെങ്കിൽ ഔ മുമാസിലുൽ ഹുക്കുമില്ല, അള്ളാഹുവിൻ്റെ നിയമത്തിനോട് തുല്യമാണ് എന്ന്, ഔ അഫ്ളലു മിൻ ഹുക്കുമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്, ഫഹു മുർത്തദ്ദുൻ, അവനാരാണ്, മുർത്തദ്ദാണ്. ഇന്ദ ജമീഇ അഹ്ലിൽ ഇസ്ലാം, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടുക്കലും അവൻ എന്താണ്, മുർത്തദ്ദാണ്. എന്നാൽ അമ്മാമൻ ഫഅല ദാലിക ലിഗറദിൻ മിനൽ അഗ്റാദ്, ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നത് ഈ വിശ്വാസം വച്ചിട്ടല്ല, പിന്നെയോ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വഹുവ യഅലമു അന്നഹു മുഖ്തിഉൻ, ഇങ്ങനെ വിധിക്കുമ്പോൾ അവൻ തെറ്റുകാരനാണെന്ന് അവനറിയാം. വ അന്നഹു മുജ്രിമുൻ, അവൻ പാപിയാണെന്ന് അവനറിയാം. വലാകിൻ ഫഅല ദാലിക ലിഗറദി റിശ്വ, പിന്നെ ഇവൻ എന്തിനാണ് ഈ വിധി പറയുന്നത്, റിശ്വത്ത് കിട്ടാൻ, കൈക്കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഔ മുജാമലത്തി ഖൗമിൻ, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഔലി അസ്ബാബിൻ ഉഖ്റ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പദവിയോ മറ്റൊക്കെ മോഹിച്ചിട്ടാണ്. വല്ലാഹു യഅലമു അന്ന ഖൽബഹു മുൻകിറുൻ ഹാദ, അള്ളാഹുവിനറിയാം അവൻ്റെ ഹൃദയം ഇതിനോട് എന്താണ്, എതിരാണ്, പക്ഷെ അവന് ഇതുപോലുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. വഅന്നഹു യറ അന്നഹു ബാത്തിലുൻ, അവൻ കാണുന്നത് ഇത് ബാത്തിലാണ്, നിയമം ബാത്തിലാണെന്ന് അവനക്കറിയാം, എന്താണ് അവൻ്റെ വിശ്വാസം. ഹാദാ ലാ യക്ഫുർ ബിദാലിക്, അങ്ങനെയാണ് ഒരാൾ വിധിക്കുന്നത് എങ്കിൽ അവൻ എന്താവൂല, കാഫിറാവുകയില്ല, കുഫ്റിന് അക്ബർ ചെയ്തവനാവുകയില്ല. വയക്കൂനു ആസിയൻ, പക്ഷെ അവൻ എന്താവും, പാപിയാവും. വയക്കൂനു കാഫിറൻ കുഫ്റൻ ദൂന കുഫർ, അവൻ കാഫിറാവും, എങ്ങനെയുള്ള കാഫിറാണ്, ചെറിയ കുഫർ ചെയ്തവനാകും. വദാലിമൻ ദുൽമൻ ദൂന ദുൽം, അവൻ അക്രമിയാവും, വലിയ ദുൽമല്ല, വലിയ ദുൽമ പുറത്തു പോണതാണ്, ചെറിയ ദുൽമ ചെയ്തവനാകും. ഫാസിഖൻ ഫിസ്കൻ ദൂന ഫിസ്ക്, ഫാസിഖാകും, വലിയ ഫിസ്ക് അല്ല, പിന്നെയോ ചെറിയ ഫിസ്ക്. കമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുജാഹിദ് ഇബ്നു ജബർ വജമാഅത്തുൻ ആഖറൂൻ, ഇബ്നു അബ്ബാസ്, മുജാഹിദ്, മറ്റുള്ള ധാരാളം ഉലമാക്കൾ പറഞ്ഞതുപോലെ സ്വഹാബികൾ പഠിപ്പിച്ചതാണിത്, ഈ വിശ്വാസം. വഹു മഅറൂഫുൻ ഇൻദ അഹ്ലിൽ ഇൽമ്, അഹ്ലുൽ ഇൽമിൽ ഇത് എന്താണ്, സുപ്രസിദ്ധമാണ്. വഇൻ അത്ലഖ മൻ അത്ലഖ കുഫർ, ഇനി ഏതെങ്കിലും അഹ്ലുൽ ഇൽമ് ഇങ്ങനെ വിധിച്ച ആളുടെ കുഫറിനെ സംബന്ധിച്ച് നിരുപാധികം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രത്യേകം ചെറിയ കുഫറെന്നൊന്നും പറഞ്ഞിട്ടില്ല, നിരുപാധികം വെറുതെ കുഫറാണെന്ന് ഏതെങ്കിലും അഹ്ലുൽ ഇൽമ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, യഅനി ഇദാ വജദ്ത കലാമൻ മുത്ലഖൻ ലിബഅദിൽ ഉലമാഇ അന്നഹു കാഫിറുൻ, ഏതെങ്കിലും ഉലമാക്കൾ ഇങ്ങനെയുള്ളയാൾ കാഫിറാണ് നിരുപാധികം പറഞ്ഞതായിട്ട് നീ കണ്ടാൽ, ഫമുറാദുഹു കുഫ്റുൻ ദൂന കുഫർ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അത് ചെറിയ കുഫറാണെന്നുള്ളതാണ് ഉദ്ദേശം. ചിലപ്പോൾ ചില ഉലമാക്കളുടെ വാക്കുകൾ അങ്ങനെ ഉണ്ടായേക്കാം, അത് അഹ്ലുൽ ഇൽമാണ് എങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്, ഇതാണ്. കാരണം സ്വഹാബികളുടെ ഇജ്മാ ആണ്, നേരത്തെ പറഞ്ഞാണ്, സ്വഹാബികളുടെ ഇജ്മാ ആണത്, അതിനെതിരെ എന്ത് ചെയ്യൂല, ഉലമാക്കൾ പറയൂല. വഖദ് ദക്കറ അന്ന ഹാദാ ഖൗലു അഹ്ലുസുന്ന, ഇവിടെ ഇത് അഹ്ലുസുന്നയുടെ അഭിപ്രായമാണെന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നത്. ഖാൽ വഹാദാ ഖൗലു അഹ്ലുസുന്ന, ഇതാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. വഖാല ഫീ മൗദിഇൻ, വേറൊരിടത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹാദാ ഖൗലു അഹ്മദ വഗൈരിഹി മിൻ അഹ്ലിസുന്ന ലാ യുഅലമു ലഹും ഗൈറു ദാലിക്, ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്, അത് അഹ്ലുസുന്നയുടെ അതല്ലാത്ത ആളുകളുടെ അഭിപ്രായമാണ്, ഇതല്ലാത്തതൊന്നും അവരിൽ നിന്ന് ചെയ്തിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഫഹാദൽ ആലമുൽ ആരിഫു ബികലാമി അഹ്ലിസുന്ന,
അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ വാക്യങ്ങളെക്കുറിച്ച് അറിയുന്ന നല്ല രീതിയിൽ ബോധമുള്ള ഈ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ യുഖർരിറു അന്ന ഹാദ തഫ്സീല ഹുവ ഖൗലു അഹ്ലുസുന്ന, അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണ് ഇതാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. വഖൗലു അഇമ്മത്തി അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ അഇമ്മത്തുകൾ ഇമാം അഹമ്മദിനെ പോലെ അല്ലെങ്കിൽ ഇബ്നു ബാസ് സ്വഹാബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇവരുടെയൊക്കെ അഭിപ്രായമാണതെന്ന് സംബന്ധിച്ച് പറയുകയാണ്. വഖാല ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാ, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറഞ്ഞു വഹുന അംറുൻ യജിബു അൻ യുതഫത്തന ഇലൈ, ഇവിടെ ഒരു കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വഹുവ അന്നൽ ഹുക്മ ബിഗൈരി മാ അൻസലല്ലാഹ്, എന്താണത്? അള്ളാഹുവിൻ ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധി പറയുക എന്നത്. നമ്മൾ ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഫത്വയെ വായിച്ചത്. ഇനി ആധുനിക ലോകത്ത് അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രമുഖനായ മറ്റൊരു ഇമാമാണ് ആര്? അൽബാനി റഹിമഹുല്ലാ. അദ്ദേഹം പറയുകയാണ് അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുക എന്നുള്ളത് ഖദ് യകൂനു കുഫ്റൻ യൻഖുലു അനിൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്ന കുഫ്രായി മാറും ചിലപ്പോൾ അത്. വഖദ് യകൂനു മഅസിയത്തൻ കബീറ ഔ സഗീറ, വേറെ ചിലപ്പോൾ അതൊരു പാപകരമായ കാര്യമായിരിക്കും. ചിലപ്പോൾ വലിയ പാപമായിരിക്കും, ചിലപ്പോൾ ചെറിയ പാപമായിരിക്കും. വയക്കൂനു കുഫ്റൻ അസ്ഗർ, ചിലപ്പോൾ അത് കുഫ്റിൻ അസ്ഗറായിരിക്കും. വദാലിക ബിഹസബി ഹാലിൽ ഹാക്കിം, വിധിക്കുന്നവൻ്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഫൈനി അതഖദ, ഇവൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അന്നൽ ഹുക്മ ബിമാ അൻസലല്ലാഹ് ഗൈറു വാജിബ്, അള്ളാഹു ഇറക്കിയത് കൊണ്ട് തന്നെ വിധി പറയുക എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ, വഅന്നഹു മുഖയ്യറുൻ ഫി, അതിൽ അവൻക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം എന്നാണ് ഇവൻ വിശ്വസിക്കുന്നത് എങ്കിൽ, അവിസ്തഹാന ബിഹി മഅ തയഖുനിഹി അന്നഹു ഹുക്മുല്ലാഹി ഫഹാദാ കുഫ്റുൻ അക്ബർ, അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യുന്നു? അതിനെ നിസ്സാരമാക്കുകയാണ്. അവനക്കറിയാം അള്ളാഹുവിൻ്റെ ഹുക്കുമാണെന്നൊക്കെ അവനറിയാം, പക്ഷേ ഈ നിയമത്തെ അവൻ എന്ത് ചെയ്യുന്നു? നിസ്സാരപ്പെടുത്തുന്നു, അതിനെ മോശമായിട്ട് കാണുന്നു. എന്നാൽ ഫഹാദാ കുഫ്റുൻ അക്ബർ, എന്താണ്? വലിയ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ കുഫ്റാണ്. വഇനി അതഖദ വുജൂബൽ ഹുക്മി ബിമാ അൻസലല്ലാഹ്, ഇനി അവൻ വിശ്വസിക്കുന്നത് അള്ളാഹു ഇറക്കിയത് കൊണ്ട് വിധി പറയുന്നത് നിർബന്ധമാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. വഅലിമഹു, അത് അവനക്കറിയാം, പക്ഷെ അത് അറിയുന്നതിനോടുകൂടെ വഅദലാൻ, അവനത് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് തെന്നി മാറി. മഅ ഇഅ്തിറാഫിഹി ബിഅന്നഹു മുസ്തഹിഖുൻ ലിൽ ഉഖൂബ, അവന് ബോധ്യമുണ്ട് ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധേയമാകും എന്നും അവനക്കറിയാം. അതിനോടുകൂടെ അവനിങ്ങനെ എന്ത് ചെയ്യാണ്? വിധിക്കുകയാണ് എങ്കിൽ ഫഹാദ ആസിൻ, അവനെന്താണ്? പാപിയാണ്. വയുസമ്മ കാഫിറൻ കുഫ്റൻ അസ്ഗർ, അവനെ കാഫിർ എന്ന് പറയാം, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ കുഫ്റാണോ? അല്ല, ചെറിയ കുഫ്റാണ്. വഇൻ ജഹില ഹുക്മല്ലാഹ് ഫീഹാ മഅ ബദ്ലി ജുഹദ്, ഇനി വേറൊരു കാര്യം കൂടി പറയണേ അൽബാനി റഹ്മഹുല്ലാ. ഇനി ഒരാൾ എന്ത് ചെയ്തു? അള്ളാഹു ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹുക്കം എന്താണെന്ന് അവനക്ക് അറിയാൻ പാടില്ല. ഒരു കേസ് വന്നു അവൻ്റെ അടുക്കൽ, ഇത് അള്ളാഹുവിൻ്റെ നിയമം എന്താണെന്ന് അവനക്ക് അറിയാൻ പാടില്ല. അവനാകട്ടെ മഅ ബദ്ലിഹി ജുഹദ, അവൻ്റെ പരിശ്രമമൊക്കെ നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിയമം ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വസ്തിഫറാഗിഹി വസ്അ ഫി മഅരിഫത്തിൽ ഹുക്ം, ഈ ഹുക്മ വിധി അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനെ ഒഴിഞ്ഞിരുന്നിട്ടുണ്ട്, അവൻ കുറേ ഗവേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. വാഹ്ത, പക്ഷെ അവൻ എന്ത് ചെയ്തു? പിഴച്ചുപോയി, അവന് ശരിയായ വിധി പറയാൻ സാധിച്ചില്ല. ഫഹാദാ മുഖ്തിഉൻ, അത് ഒരു പിഴവ് സംഭവിച്ചവനാണ്. ലഹു അജ്റുൻ അല ഇജ്തിഹാദി, അവനൊരു ആലിമാണെങ്കിൽ എന്താണ്? അവൻ ഇജ്തിഹാദ് ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കപ്പെടും. വഖത്ഉഹു മഗ്ഫൂറുൻ ലഹു, അവൻ്റെ പിഴവിന് എന്ത് ചെയ്യും? പൊറുക്കപ്പെടുകയും ചെയ്യും എന്ന് ഇമാം അൽബാനി റഹിമഹുല്ലാ പറയുകയാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ് വലിൽ അൽബാനി റഹിമഹുല്ലാ മഖാല നഫീസ ഫി ഹാദൽ ബാബി നുഷ്റത്, ഇമാം അൽബാനി റഹിമഹുല്ലക്ക് ഈ അധ്യായത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വളരെ വിലമതിക്കുന്ന ഒരു ലേഖനമുണ്ട്. വഅഖദ്ദത് മദാജിഅ തക്ഫീരിയീൻ, തക്ഫീരിയങ്ങളുടെ ആളുകളെ കാഫറാക്കുന്ന ആളുകളുടെ നടുപിടിക്കുന്നതാണത്. വസൽസലത്ത് കിയാനഹും, അവരുടെ വ്യവസ്ഥയെ തച്ചു തകർക്കുന്നതാണത്. വസാദഹും ബലാഅൻ വസൽസലത്തൻ, അവർക്ക് വലിയ പരീക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്ന, അവരെ വിറപ്പിക്കാൻ സാധിക്കുന്നതാണത്. അന്നൽ മഖാലത്ത ഖുരിഅത്ത് അല ഷെയ്ഖ്, ഈ മക്കാൽ എന്ത് ചെയ്തു? ഷെയ്ഖ് ഇബ്നു ബാസ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അടുക്ക് വായിച്ചു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഫഅഖറാഹ വഅസ്നയ അലൈഹ, അവർ ഇരുവരും അതിനെന്ത് ചെയ്തു? സമ്മതിക്കുകയും അതിനെ പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട് ഇമാം അൽബാനി റഹിമഹുള്ളയുടെ ആ ലേഖനത്തെ. ഫജ്തമഅ ഹഉലാഇൽ അഇമ്മ അസ്സലാസ മിൻ അഇമ്മത്തി അഹ്ലുസുന്നത്തി അലാ മാ ഫീ തിൽക്കൽ മഖാലത്തി മിന തഫ്സീൽ. അപ്പോൾ അഹ്ലുസുന്നയുടെ ആധുനികരായ അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ ഈ 3 പ്രമുഖരായ പണ്ഡിതന്മാരും എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ
വിശദമായ ഈ മക്കാലയുടെ മേൽ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വഹുവ യർജിഉ ഇലാ മാ തഖദ്ദം, അതിൻ്റെ മടക്കം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ വിശദീകരണത്തിലേക്ക് തന്നെയാണ്. വഅന ഊസി ബിഖിറാഅത്തി ഫത്വ വമഖാല ഷെയ്ഖ് അൽ അൽബാനി, ഇമാം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിയുടെ ഈ മക്കാലയും ഫത്തയും വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആളുകളെ വസിയത്ത് ചെയ്യാണ്. വജഅലഹാ ഫിൽ ഖുതബ്, ഖുതുബകളിൽ എന്ത് ചെയ്യണം, അതവർ പറഞ്ഞു കൊടുക്കണം, അതിനെ വിശദീകരിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. കാരണം ഫഇന്ന ഫീഹാ ബയാനുൽ ഇൽമി അല്ലദീ യജിബു അൻ യുഅലം, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമിൻ്റെ വിശദാംശങ്ങൾ അതിലുണ്ട്. അതേപോലെ തന്നെ വൽ ഇഅ്തിഖാദുല്ലദീ യജിബു അൻ യുഅ്തഖദ്, നിർബന്ധമായും വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ അതിൽ പറയപ്പെടുന്നുണ്ട്. വമാ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്ന നിലകൊള്ളുന്ന വിശ്വാസങ്ങളും അതേപോലെ തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫത്വയും ലേഖനവുമാണത്. അതിനെന്ത് ചെയ്യണം, വായിക്കണമെന്ന് ഞാൻ ആളുകളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനുശേഷം മുസന്നിഫ് പറയുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ രത്നച്ചുരുക്കം എന്തെന്നാൽ അന്നമൻ ഹക്കമ ബിൽ ഖവാനീനില്ലത്തി തുഖാലിഫു ശർഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ട് വിധി പറയുന്നവൻ, വഹുവ യസ്തജീസു ദാലിക്, അവൻ അതിനെ അനുവദിച്ചുകൊണ്ടാണ് വിധി പറയുന്നത് എങ്കിൽ, വയഖൂലു ഹാദാ ജായിസുൻ, അവൻ പറയുന്നത് ഇത് അനുവദനീയമാണ് എന്നാണ് അവൻ പറയുന്നത് എങ്കിൽ, ഫഹാദാ കുഫ്റുൻ അക്ബർ, അതെന്താണ്, കുഫ്റുൻ അക്ബറാണ്. വമൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ് മിമ്മാ യുഖാലിഫു ശർഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ അള്ളാഹു ഇറക്കിയതല്ലാത്തതായ നിയമങ്ങൾ കൊണ്ട് ഇനി ഒരാൾ വിധിക്കുകയാണ്, മുഅത്തഖിദൻ അന്നഹു അഫ്ളലു മിൻ ശർഇല്ലാഹ്, അവൻ വിശ്വസിക്കുന്നത് ഇത് അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ മികച്ചതാണ്, ശ്രേഷ്ഠമാണ്. വാസുലഹു വഅഅദലു ഫഹാദാ കുഫ്റുൻ അക്ബർ, ഇതിനേക്കാൾ നീതിപൂർവകവും മികച്ചതുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതും എന്താണ്, കുഫ്റുൻ അക്ബറാണ്. വകദാലിക ഇനി അഅ്തഖദ അന്നഹു യുസാവി ഹുക്മല്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമത്തോട് തുല്യമാകുന്നതാണ് ഈ പറയുന്ന നിയമങ്ങൾ എന്നൊരാൾ വിശ്വസിക്കുകയാണ് എങ്കിലും, വഅന്നൽ കുല്ല യുഹഖിഖുൽ അദ്ല, ഈ അതും ഇതും ഒക്കെ എന്താണ്, നീതി നടപ്പിലാക്കുന്നതാണ്, ആ നിയമവും ഈ നിയമവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ, ഫഹുമ സവാഉൻ, അതെല്ലാം സമമാണ്, സെയിമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഫഹാദാ കുഫ്ർ, അതും എന്താണ്, കുഫ്റുൻ അക്ബറാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതല്ലാത്ത നിയമങ്ങൾ കൊണ്ട് വിധിക്കുന്നത് അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ അത് മികച്ചതാണെന്ന് വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ ഇതെല്ലാം തുല്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, കുഫ്റാണ്, കുഫ്റുൻ അക്ബറാണ്. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഹുക്കുമ് അത് ഏറ്റവും മികച്ചത് അത് തന്നെയാണ് എന്നവൻ വിശ്വസിക്കുന്നു. അമ്മാ ഇൻകാനി അഅ്തഖദ അന്ന ഹുക്മ അല്ലാഹി അഹ്സൻ വഅന്നഹു ലാ യജൂസുൽ ഹുക്മു ബിൽ ഖവാനീനിൽ വദഇയ്യത്തിൽ മുഖാലഫത്തി ലിശറഇല്ല, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായതായ മനുഷ്യ നിയമ നിർമ്മിതമായ വിധിക്കൽ അനുവദനീയമല്ല എന്നും അവൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ലാക്കിൻ ദഊഫ്, പക്ഷെ അവൻ ബലഹീനനാണ്, അവന് കുറേ ദുർബലതകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വഹക്കമൽ ഖവാനീനൽ മുഖാലഫത ലിശറഇല്ല, അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ട് അവൻ വിധി പറയുന്നു. ഫഹാദാ അലാ ദംബിൻ കബീരിൻ, അവനെന്താണ്, വലിയൊരു പാപത്തിൻ്റെ മേലാണുള്ളത്. വജുർമിൻ അദീമിൻ, ഗുരുതരമായ തിന്മയുടെ മേലാണുള്ളത്. വഖത്തരിൻ കബീരിൻ, വലിയ അപകടത്തിലാണ് അവൻ നിലകൊള്ളുന്നത്. വവഖഅ ഫീ കുഫ്രിൻ, അവൻ കുഫറിൽ പെട്ടിട്ടുണ്ട്, പക്ഷേ അതെന്താണ്, ലാകിന്നഹു ലൈസൽ കുഫ്റു അല്ലദീ യുഖ്രിജു മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന കുഫറല്ല അത്, പിന്നെന്താണ്, കുഫറുൻ ദൂന കുഫറാണത്. അതുകൊണ്ട് വന്തബിഹ് ഹുനാ യാ റഅഅകല്ലാഹ് ഇലാ അന്ന ഹാദ തഫ്സീല മുതഅല്ലിഖുൻ ബിഇഅ്തിഖാദിൽ ഖുലൂബ്, അതുകൊണ്ട് അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ ഉണർന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഈ പറയുന്ന വിശദാംശം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഹൃദയത്തിൻ്റെ വിശ്വാസവുമായി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വഹാദാ ലാ യത്വലിഉ അലൈഹി ഇല്ലല്ലാഹ്, ഹൃദയത്തിലുള്ള കാര്യം അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ, അള്ളാഹ്ക്കേ അതറിയാവൂ. ഒരാളുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ്. ഫമാലം യുസല്ലിഹ് അൽ മുഹക്കിമു ബിമാ യഖ്തദി അൽ കുഫ്ര ഫഇന്നഹു ലാ യജൂസു തസല്ലതു ബികുഫ്രിഹി ബിതക്ഫീരി, അതുകൊണ്ട് ഇങ്ങനെ വിധി പറയുന്ന ഒരാൾ അവൻ എന്ത് ചെയ്തിട്ടില്ല, വ്യക്തമാക്കി, അവൻ്റെ ഹൃദയത്തിലുള്ള കാര്യം അവൻ എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. അവൻ കാഫിറാണെന്ന് വിധി പറയുന്നതിനെ ഇടയാക്കുന്ന രീതിയിലുള്ള കാര്യം അവൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് അവനെന്ത് ചെയ്തിട്ടില്ല, അവൻ്റെ ഹൃദയത്തിലുള്ള കാര്യം അവൻ പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ്റെ മേൽ കുഫ്ർ ആരോപിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്.
മാത്രമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ കുഫ്രാരോപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നാം പറഞ്ഞിരുന്നു. ബൽ ഖദ്ദംനാ ഫിൽ മുഖദ്ദിമാത്തി അന്നൽ അസ്ല ഫീ മൻ അതാ ബിശ്ശഹാദത്തൈൻ അൽ ഇസ്ലാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ആരാണോ ഷഹാദത്ത് കലിമകൾ കൊണ്ടുവരുന്നത്, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് പ്രഖ്യാപിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനം അവൻ മുസ്ലിമാണെന്നുള്ളത് തന്നെയാണ്. അവൻ പറയുകയാണ് ഞാൻ മുസ്ലിമാണെന്ന്, അല്ല നീ കാഫിറാണെന്ന് എന്ന് പറയാൻ എന്തിയല്ല നമുക്ക് പറ്റുമോ? വലാ യുർഫഉ ഇസ്ലാമുഹു ബിശ്ശക്ക്. സംശയം കൊണ്ട് എന്ത് ചെയ്യില്ല, ഇസ്ലാം ഒരാളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവൻ വിധി പറയുന്നുണ്ട്, പക്ഷേ അതിവൻ വിശ്വസിച്ചുകൊണ്ടാണോ അല്ല വേറെ ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ കൊണ്ടാണോ ചെയ്യുന്നത് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അവൻ്റെ മേൽ ഈ പറയുന്ന കുഫർ ആരോപിക്കുക എന്നുള്ളത് പാടില്ല. ഫലൈസ ലി അഹദിൻ അൻ യഖൂൽ, അതുകൊണ്ട് ഒരാളും തന്നെ പറയാൻ പാടില്ല നാം ശരിയാണ്, ഹാദ തഫ്സീലു സഹീഹ്, ഈ പറഞ്ഞ വിശദാംശങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ ലാകിന്നഹു ഇൻദ ഹാകിമിനാ മിനൽ അൻവാഇൽ മുകഫറ, പക്ഷെ ഞങ്ങളുടെ ഈ ഭരണാധികാരി ഉണ്ടല്ലോ അവൻ്റെ അടുക്കൽ വേറെയും കുറേ കാഫറാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും അല്ല ഇത് മാത്രമല്ല കുഴപ്പം, പിന്നെയുണ്ട് എന്ത് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെന്താണ്, അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഇല്ല ഇദാ സ്വറഹ ഹുവ ബിമാ ഫീ ഖൽബി, അവൻ്റെ ഉള്ളിലുള്ള കാര്യം വ്യക്തമാക്കി പറഞ്ഞാലൊഴികെ. അമ്മ ഇദാ ലം യുസരിഹ് ഫലാ യജൂസു ഹാദാ, അവൻ പറഞ്ഞിട്ടില്ല അവൻ്റെ ഉള്ളിലുള്ളത് ഇന്നതാണ്, ഇസ്ലാമിക നിയമത്തെക്കാൾ എന്താണ് നല്ലതാണെന്ന് ഇത് എന്നുള്ള വിശ്വാസം അവനക്കില്ല, അവൻ വെളിപ്പെടുത്തിയിട്ടില്ല, എന്നാൽ പിന്നെ അവൻ്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, അവൻ കാഫിറാണെന്ന് പറയുക എന്നും നമ്മുടെ ബാധ്യതയല്ല. ബൽ നഹ്മിലുൽ മുസ്ലിം അല അഹ്സനിൽ മഹാമ, അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യും, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും നല്ല അവസ്ഥ എന്താണോ അതാണ് നമ്മൾ അവൻ്റെ മേൽ ചുമത്താൻ നോക്കുള്ളൂ. ഹുസ്നുൽ തന്നെയാണ് അവൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വച്ചു പുലർത്തുകയുള്ളൂ. മാലം യഖ്തദി ദലീലുൽ ബയ്യിനു ഖിലാഫ ഹാദാ, അതിന് നേരെ വിപരീതമായി കൃത്യമായ തെളിവ് എന്ത് ചെയ്താൽ വന്നാലൊഴികെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യില്ല, അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വച്ചിട്ട് വിധി പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഹൃദയത്തിലുള്ള കാര്യമാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ വിശദമാക്കപ്പെട്ടിരിക്കുന്നത്. ഈ തഫ്സീലായ വിഷയത്തിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതിനെ പരിഗണിക്കപ്പെടുന്ന അവൻ്റെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളതാണ്. വമാഫിൽ ഖൽബി ലാ യത്വലു അലൈഹി ഇല്ലല്ലാഹ്, ഹൃദയത്തിലുള്ള കാര്യം അള്ളാഹു അല്ലാതെ അറിയുകയില്ല. വഹുവൽ മുഹാസിബു ലിൽ അബീദ്, അവനാണ് അടിമകളെ വിചാരണ ചെയ്യുന്നവൻ. അമ്മാ നഹ്നു ഫനഹ്കുമു ബിദ്ദാഹിർ, നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരാളുടെ പ്രത്യക്ഷമായ രൂപം വച്ചിട്ടേ വിധി പറയുകയുള്ളൂ. വനഹ്മിലു അല ബഖാഇൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിധി പറയുകയുള്ളൂ. ഇനി ഈ വിഷയത്തിൽ ഒരു മസ്അല കൂടി ഉലമാക്കൾ പറയുന്നുണ്ട്. അതേതാണ്? വഹിയ തഹാക്കമു ഇലാ മാ യുഖാലിഫു ശർഅല്ലാഹ് ഇൻദ ദറൂറ, ദറൂറത്തിൻ്റെ ആത്യന്തികമായ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിധി, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമായ ഒരു വിധിയെ ഒരു കോടതിയിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ തേടി പോകാമോ എന്നുള്ളതാണ്. പ്രയാസപ്പെട്ട ഒരു കുടുങ്ങിപ്പോയ അവസ്ഥയാണ്, മുൽത്തറാണവൻ, കുടുങ്ങിക്കിടക്കുകയാണ്. ഏതുപോലെ കമാലോ അന്ന താജറൻ തുആമിലുമാ താജിരിൻ മിനൽ കുഫാരി ഫി ബിലാദ്, ഒരു മുസ്ലിമായ ഒരു വ്യക്തി എന്ത് ചെയ്തു, ഒരു കച്ചവടക്കാരൻ ഒരു കാഫിറായ കച്ചവടക്കാരനോട് അവൻ്റെ കുഫാറുകളുടെ നാട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ഇടപാടിൽ ഏർപ്പെട്ടു. അങ്ങനെ വജഹദഹു താജിറുൽ കാഫിർ, ഇവന് കൊടുക്കാനുള്ള പണത്തെ ആര് നിഷേധിച്ചു, ഈ കാഫിറായ വ്യക്തി കൊടുക്കുന്നില്ല, നിഷേധിച്ചു. വലാ യസ്തതിഉ അൻ യുഹസ്സില മാലഹു ഇല്ലാ ബിത്തഹാകുമി ഇലാ തിൽക്കൽ മഹാകിമി ഫി ദാലിക്കൽ ബലദിൽ കാഫിർ, അപ്പോൾ ഇവനക്ക് കിട്ടാനുള്ള ഈ പണം ഈ കാഫിറായ രാജ്യത്തെ ഈ കോടതിയിൽ പോയി ഉന്നയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്കിത് കിട്ടുള്ളൂ. അതാണ് ഇവൻ്റെ അവസ്ഥ. ഔ ലൗ അന്ന സൗജത്തൻ മുസ്ലിമ, അല്ലെങ്കിൽ ഒരു മുസ്ലിമത്തായ ഭാര്യ ഫീ ബലദിൽ കുഫ്രി, കുഫാറുകളുടെ നാട്ടിലാണ് താമസിക്കുന്നത്. ഹജറഹ സൗജുഹ, അവൻ്റെ ഭർത്താവ് അവളെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. വജഅലഹ മുഅല്ലഖത്തൻ, മാത്രമല്ല ഇവൻ അവളെ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടേക്കാണ്. ഒഴിവാക്കി കൊടുക്കണോ ഇല്ല, എന്തായാലും ഇട്ട് നോക്കണോ ഇല്ല. ധാരാളം കേസുകളുണ്ടാവും. ഒഴിവാക്കി കൊടുക്കുകയില്ല, എന്നാലും എന്ത് ചെയ്യില്ല, പ്രയാസപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഉള്ള ഒരവസ്ഥ. വഅബാ അൻ യുതല്ലിഖഹ ഇദാ അൻലഹ, ഇവൻ അവളെ തൊലാക്ക് ചെല്ലാൻ ഇവൻ സമ്മതിക്കുകയും ചെയ്യുന്നു, അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. തൊലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാൾ കിട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അതിന് തയ്യാറല്ല. വക്കല്ലമഹു സ്വാലിഹൂൻ, സ്വാലിഹീങ്ങളായ ആളുകൾ അവനോട് സംസാരിച്ചു നോക്കി. ഫഅബാ, പക്ഷെ അവനെന്ത് ചെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല. ഫഹൽ യജൂസു ലിൽ മുസ്ലിമി ഹാല ദറൂറ,
അൻ യതഹാകമ ഇലാ മൻ യഹ്കുമു ബിൽ ഖവാനീനിൽ വദഇയ്യത്തിൽ മുഖാലിഫത്തിൽ ശറഇൽ. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമായ കോടതികളിലേക്ക് ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വിധി എന്താണ്? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിധി തേടി പോകുന്നത് അനുവദനീയമാണോ? അതെല്ലാം ധാരാളം ആളുകൾ അഭിമുഖീകരിക്കുന്നൊരു വിഷയമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഉള്ള അവസ്ഥകളുണ്ടാകാം. എന്താണ് ചെയ്യുക? അതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത് ഹുന ഹാദാ ഖദ് ഇഖ്തലഫ ഫീഹിൽ ഉലമാ. ഈ വിഷയത്തിൽ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വഅക്സറുൽ ഉലമായി അലാ അന്നഹു യജൂസു ബിശുറൂത്തിൻ. അധിക പണ്ഡിതന്മാരും പറയുന്നത് വിധി തേടി പോകാം, അനുവദനീയമാണ്. പക്ഷേ എന്തുണ്ട്? ബിശുറൂത്തിൻ, ചില നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് നിബന്ധന? ഒന്നാമത്തേത് അഷർത്തുൽ അവ്വൽ അൻ യകൂന അദ്ദററു ബിതർക്കി തഹാകുമി മുതഹഖിഖൻ ലൈസ മൗഹൂമൻ. അങ്ങനെ വിധി തേടി പോകാതിരുന്നാൽ ഉണ്ടാകുന്ന ദറർ, നമ്മൾ മുൽത്തറ എന്ന് പറഞ്ഞല്ലോ, ആത്യന്തിക ഘട്ടം എന്ന് പറഞ്ഞല്ലോ, പ്രയാസകരമായ ഘട്ടം. മുൽത്തർ പ്രയാസകരമായ ഘട്ടം എന്ന് പറഞ്ഞാൽ, ഈ പ്രയാസകരമായ ഘട്ടം എന്ന് പറഞ്ഞാൽ അവനക്ക് അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവണം, ഒരു പ്രയാസം ഉണ്ടാകണം. അപ്പോൾ ഈ പ്രയാസം എന്നുള്ളത് അത് യാഥാർത്ഥ്യമായിരിക്കണം, ഊഹം മാത്രമാകാൻ പാടില്ല. ഇങ്ങനെ ഞാൻ വിധി തേടി പോയിട്ടില്ല എങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തേത് അൻ യകൂന അദ്ദററു ബിതർക്കി തഹാകുമി അദീമൻ. ഇങ്ങനെ വിധി തേടി പോകാതിരിക്കുന്നത് മുഖേന ഉണ്ടാകുന്ന പ്രയാസം വലിയ പ്രയാസമായിരിക്കണം. ലാ യുതഹമ്മലു മിസ്ലു, അവനെപ്പോലുള്ള ഒരാൾക്ക് അത് താങ്ങാൻ സാധിക്കൂല. ഏതുപോലെ? യാനി ലൈസ ഫി ആലാഫിൻ ലാ യുബാലി ബിഹി തജർ. ചിലപ്പോൾ ഒരു വലിയ കച്ചവടക്കാരനൊക്കെ ആണെങ്കിൽ 1000 രൂപയോ മറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും വേണോ? ഒന്നുമില്ല. അപ്പം അങ്ങനെ ചെറിയ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാകാൻ പാടില്ല. വഇന്നമാ ഫി ദററിൻ അദീമിൻ, ഒരു വലിയ ഗുരുതരമായ പ്രയാസം അവനക്ക് ഉണ്ടാകും. വഅംരിൻ അദീമിൻ, വലിയൊരു പ്രയാസം, ഗുരുതരമായ ലാ യുതഹമ്മലു മിസ്ലുഹു ഫിൽ ആദ, സാധാരണ രീതിയിൽ അവനക്ക് താങ്ങാൻ സാധിക്കില്ല. ഇവനക്ക് വലിയ പണമാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോവാണ്. ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിട്ട് തൊലാഖ് ചൊല്ലി കൊടുക്കണമില്ല, എന്നാലിട്ട് എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നിയമം അല്ലാ യൂജദ ത്വരീഖുൻ ലിറഫ്ഇ ദ്ദററി ഇല്ല തഹാക്കും. ഈ പ്രയാസം ദൂരീകരിക്കാൻ വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടാകാനും പാടില്ല. പൊതുവെ അങ്ങനെ നമുക്ക് സാധിക്കില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും കോടതിയിലേക്ക് ഓടിപ്പോവുക, അത് ശരിയായ നടപടിയല്ല. നമ്മൾ പരസ്പരം എന്താണ് ചർച്ച ചെയ്ത് സുലഹാക്കി തീർക്കാനുള്ള കേസുകൾ തീർക്കണം, നമ്മൾ തമ്മിൽ തീർക്കണം. അതാണെന്ത് ഏറ്റവും ഉചിതമായ കാര്യം. അങ്ങനെ വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? ഒരാളെ വിട്ട് സംസാരിപ്പിച്ചു അവനെ സ്വാധീനിക്കാൻ പറ്റുന്ന, അങ്ങനെ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് തീർക്കുക. വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യുക, പ്രശ്നം പറഞ്ഞ് സമീപിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് മൂന്നാമത്തെ നിബന്ധന. വേറൊരു മാർഗവും ഇല്ല ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തേത് അല്ലാ യതഅദ്ദി അൽ മുതഹാക്കിമു ഹഖഹു അശ്ശറഈ. ഇങ്ങനെ വിധി പറയുന്ന ആൾ എന്ത് ചെയ്യാൻ പാടില്ല, ശറഈയായ ഇവനക്ക് കിട്ടേണ്ട ഹക്കുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ, അതിൽ അതിക്രമം കാണിക്കാൻ പാടില്ല. ഇവനക്ക് കിട്ടാനുള്ളത് 1,00,000 രൂപയായിരുന്നു. പക്ഷേ കോടതി വിധിച്ചപ്പോൾ എന്ത് ചെയ്തു, 3,00,000 രൂപ ഇവനക്ക് കൊടുക്കണമെന്നാണ് വിധിച്ചത്. അങ്ങനെ അതിക്രമം കാണിക്കാൻ പാടില്ല. കാരണം ഫഇന്നൽ ഹാക്കിമൽ വദഇയ്യ ഖദ് തഹക്കുമു വതദ്ലിം. ചിലപ്പോൾ ഇങ്ങനെ മനുഷ്യ നിർമ്മിത നിയമവ്യവസ്ഥകളൊക്കെ എന്ത് ചെയ്യും, അവർ വിധി പറയുമ്പോൾ അക്രമം കാണിക്കും. മസലൻ ഹക്കുഹു 100,000. ഉദാഹരണം പറഞ്ഞാൽ അവനക്ക് കിട്ടാനുള്ളത് ചിലപ്പോൾ എന്തായിരിക്കും, 1,00,000 ആയിരിക്കും. ഫഹക്കമത്ത് ലഹുൽ മഹക്കമ ബിമില്യൂൺ. ചിലപ്പോൾ കോടതി വിധിക്കുന്നത് എത്രയായിരിക്കും, 10,00,000 ആയിരിക്കും. എന്നാൽ മാ യജൂസു അൻ യഖുദ ഇല്ലാ 100,000. ഈ ഇവനക്ക് കിട്ടാനുള്ള 1,00,000 മാത്രമേ ഇവൻ എന്ത് ചെയ്യാവുള്ളൂ, സ്വീകരിക്കാവുള്ളൂ. ഈ പറയുന്ന 10,00,000 ചെയ്യാൻ പാടില്ല. കോടതി വിധിച്ചു, ശരിയാണ്, പക്ഷേ ഇവനത് സ്വീകരിക്കാൻ പാടില്ല. കാരണം നമുക്ക് അള്ളാഹുമായിട്ട് കടപ്പാടുണ്ട്, ഹക്കുണ്ട്. ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമ്മുടെ അവകാശം നമ്മൾ സ്വീകരിക്കാവൂ. ബാക്കിയുള്ള എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാമെന്നുള്ള നമുക്ക് പറ്റിയ കാര്യമല്ല. യുഷ്തറത്തു ലിസിഹത്തി തഹാകുമി ഇൻദൽ ദറൂറത്തി അല്ലാ യഅ്തദി ഫിൽ ഹുക്മി. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ തേടിപ്പോകേണ്ട അനിവാര്യ ഘട്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഈ പറയുന്ന ഹുക്മിൽ അതിക്രമം ഉണ്ടാകാൻ പാടില്ല. അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ യഖുദു ഇല്ലാ മാ യസ്തഹഖുഹു ശറഅൻ. ശരീഅത്ത് നമുക്ക് എന്താണോ അനുവദിച്ച് നൽകുന്നത്, നിയമം, അത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അതിനപ്പുറത്ത് ഇപ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ വാഹന ഇൻഷുറൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. വാഹന ഒരു ആക്സിഡൻ്റായി,
ചിലപ്പോൾ നമുക്ക് എത്രയാണോ പരിക്കേറ്റത്, നമുക്ക് നമ്മുടെ വാഹനത്തിന് എത്രയാണോ കേടുപാടുകൾ തീർക്കാനുള്ളത്, അത് നമ്മൾ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ അടച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല. ബിമഅന ലൗ റുഫിഅത്തിൽ ഖദിയതു ഇലൽ മഹ്കമ ശർഇയ്യ ഹക്മത് ബികദ. കാരണം ഒരു ഇസ്ലാമിക നിയമം അവിടേക്കാണ് എന്ത് ചെയ്യണത്, ഈ പറയുന്ന വിധി തേടിപ്പോകുന്നെങ്കിൽ അവരെത്രയാണോ നമുക്ക് അനുവദിച്ച് നൽകുക അതാണ് നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അവർ ചിലപ്പോൾ കൂടുതലായിരിക്കും തന്നെ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ഫയഖുദു മാ യുഹക്കമു ബിഹി ശർഅൻ, ശരിയായ നിലയിൽ നിയമപരമായിട്ട് എത്രയാണോ അവനക്ക് കിട്ടേണ്ടത് അത്. വലാ യഖ്ബലു മാ സാദ അൻ ദാലിക മിൻ അഖ്തിദായി, അതിനേക്കാൾ അധികമായത് അതിക്രമപരമായിട്ട് പിടിച്ചു വാങ്ങുക എന്നുള്ളത് എന്തല്ല, പാടില്ലാത്ത കാര്യമാണ്. ഇനി ഇതിനൊരു ഖുലാസ മുസന്നിഫ് പറയാണ്, ഇതുപോലുള്ളതായ വിഷയങ്ങൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായ ഇതുപോലുള്ള കാര്യങ്ങൾ ശരിയായി പഠിച്ചു മനസ്സിലാക്കൽ വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ്. പ്രത്യേകിച്ചും അലാ ത്വാലിബിൽ ഇൽമി ഫിഹാസം, ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ്. എന്തിനാണ്? ലിയദ്ഫഉ ഇഅ്തിദാ അത്തക്ഫീരിയീന അലൽ ഹാകിമി വൽ മഹ്കൂമീൻ. കാരണം തക്ഫീരിയീങ്ങൾ ഭരണകൂടങ്ങളെയും അവരുടെ പ്രജകളെയുമെല്ലാം ഒന്നടങ്കം അവരെല്ലാം കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ആളുകളുടെ ശല്യം നമ്മുടെ നാടുകളിൽ ധാരാളമുണ്ട്. അവരുടെ അതിക്രമത്തെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ബിത്തക്ഫീരി വഅതിബാരി ദുവലിൽ മുസ്ലിമീന ദുവൽ ഹർബ്, മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ച് അവർ ഹർബിയ രാജ്യമാണെന്ന് വരെയാണ് അവർ പറയുന്നത്. അവരോട് യുദ്ധം ചെയ്യണമെന്ന് വരെയും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവർ അങ്ങനെ കുഴപ്പമാണ്, ഇവരിങ്ങനെ കുഴപ്പമാണ്. ഫഇന്ന തക്ഫീരിയീന യാ ഇഖ്വാ ഹൗലാഇ അല്ലദീന യഗുഷൂന അൽ അവാമ ബിൽ അവാതിഫ്, ഇങ്ങനെയുള്ള ആളുകൾ ജനങ്ങളുടെ വികാരത്തെ മുതലെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, പണിയെടുക്കുന്നത്. വഅന്നഹും യുഖീമൂന അൽ ഖിലാഫത്തിൽ, അവരുടെ വാദം ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും, കൂടെ കൂട്ടും. വയുരീദൂന അൽ ഹുക്മ ബിമാ അൻസല, അള്ളാഹ് ഇറക്കിയത് കൊണ്ട് വിധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് അവർ പറയൽ. യാതബിറൂന ദിയാർ അൽ മുസ്ലിമീന ദിയാർ ഹർബ്, മുസ്ലിം രാജ്യങ്ങൾ വരെയും എന്താണ്, യുദ്ധം ചെയ്യേണ്ട നാടുകളാണെന്നാണ് ഇവരുടെ അഭിപ്രായം. വയസ്തഹില്ലൂന അംവാലും, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണമെങ്കിൽ, വഅൻഫുസഹും വഅറാദുഹും, അവരുടെ ജീവനെടുക്കാം, അഭിമാനം തകർക്കാം എന്നല്ല. ബൽ സ്വറഹ ബഅദു കിബാരിഹിം അന്ന മക്കത വൽ മദീനത യൗം ദാറു ഹർബിൻ വലൈസ ദാർ, അവരിൽ ചില മുതിർന്ന നേതാക്കൾ പറയുന്ന മക്കയും മദീനയും വരെ എന്താണ്, യുദ്ധം ചെയ്യാൻ പറ്റുന്ന നാടുകളാണ്, അവരോട് നമുക്ക് എതിർക്കാം എന്നുവരെയും പറയുന്ന ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഫഹാഉലാഇ ശർറുൻ അലാ അൻഫുസിഹിം, ഇവർ അവർക്ക് തന്നെ നാശമാണ്. ശർറുൻ അലൽ ഉമ്മ, ഉമ്മത്തിന് ഒന്നടങ്കം നാശമാണ്. ഷറുൻ അൽ അഫ്രാദ്, ഓരോ വ്യക്തികളുടെ മേൽ നാശമാണ്. വകം ദയ്യഉ മിൻ അഫ്രാദിൻ, എത്രയെത്ര ആളുകളെയാണ് അവർ നശിപ്പിച്ചിരിക്കുന്നത്. യഅതി റജുലു ഫി ഔറൂബ ഫയുസ്ലിം, യൂറോപ്പിൽ ഒരാൾ മുസ്ലിമായി, ഫയഖ്തതിഫുൽ അഷ്റാർ, ഈ തിന്മയുടെ ആളുകൾ അവരെ പോയിട്ട് റാഞ്ചിയെടുക്കുന്നു. വയുസയ്യിനൂന ലഹു അൻ യദ്ഹബ ഇലാ ദിയാരി ഉലൈക അസ്ഹാബ, ഒറ്റ മിനിറ്റ് തീരുണ്ടോ. എന്നിട്ട് അവർ പറയും വയുസയ്യിനൂന ലഹു അൻ യദ്ഹബ ഇലാ ദാരി ഉലൈക അസ്ഹാബത്ത്, ഇങ്ങനെയുള്ള ഈ തിന്മ പ്രചരിപ്പിക്കുന്ന നാട്ടുകളിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ശ്രമം നടത്തും. ഹത്താ യുഅല്ലമൽ ഹിഖദ അലൽ ഉമ്മ, എന്നിട്ടും ലോകത്തോടും ഉമ്മത്തിനോട് പക അവരെ പഠിപ്പിക്കപ്പെടും. വഅന്ന തൗഹീദ സബ്ബുൻ അൽ ഹുക്കാം, അവരുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങളെ ചീത്ത പറയലാണ്, ഭരണകൂടം ആക്ഷേപിക്കലാണ് അവരുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഹത്താ അന്നഹും യഖുദൂന സിഗാർ അലി ആബാഇൻ ഖദ അസ്ലമു ഹദീസ്, ഇപ്പോൾ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവർ റാഞ്ചിയെടുക്കും. എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വയുഅല്ലിമൂനഹും ഖസ്വത്തൽ ഖുലൂബ്, ഹൃദയം കഠിനമാക്കാനുള്ള ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയം കഠിനമാക്കി മാറ്റുക. വയുഅത്തൂന സ്വബിയ സിക്കീനൻ ലിയൻ ഹറബിക, ചെറിയ കുട്ടികൾക്ക് വരെയും ആയുധങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് ലിയൻ ഹറബിഹ മൻ യഖൂലു ഇൻദഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ്, എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുക, കശാപ്പ് ചെയ്യുക. ചിലപ്പോൾ ഷഹാദത്ത് ചെയ്യുന്ന ആൾക്കാർ വരെയായിരിക്കും, അവരെ തലമുറിക്കുക. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ ചെറിയ കുട്ടികൾക്ക് വരെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഫൽ വുഖൂഫു ഫി വുജൂഹിഹിം ജിഹാദുൻ ഫിസ്, ഇങ്ങനെയുള്ള ആളുകളുടെകൾക്കെതിരിൽ, അവരുടെ നിഗൂഢ തന്ത്രങ്ങൾക്കെതിരിൽ സംസാരിക്കുക എന്നുള്ളത് അതാണ് ജിഹാദ്, അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇബ്താലു മക്രിഹിം, ഇവരുടെ ഈ കുതന്ത്രങ്ങളെ തകർത്ത് കളയുക. മിൻ അഅ്ദമിൽ ഫറാഇദ് അലാ തുല്ലാബിൽ ഇൽം, ഇത് വിജ്ഞാനം പഠിക്കുന്ന വിദ്യാർത്ഥികളായ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ഇങ്ങനെ സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളെ, കുതന്ത്രങ്ങളെ തകർത്ത് കളയുക എന്നുള്ളത്, അതിന് അവർക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് എന്ത്, യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്.
അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.